അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ കൈമാറുന്നത് ഒരു പ്രോഫറ്റിക്കൽ മെസ്സേജാണ്, പ്രവചന ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. പക്ഷേ എനിക്കറിയാം പരിശുദ്ധാത്മാവ് ആരെയൊക്കെയോ ചില മേഖലകളിൽ ഉറപ്പിക്കാൻ വേണ്ടി ദൈവം കൈമാറുന്ന ഒരു ദൈവശബ്ദമാണ്. വളരെ പ്രാർത്ഥനയോടെ ആയിരുന്നാൽ കർത്താവ് നമ്മോട് സംസാരിക്കും. എത്ര പേർ ആമേൻ പറയും? കർത്താവിന് സ്തോത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം സുവിശേഷ പുസ്തകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുവിശേഷ പുസ്തകമാണ്. നമുക്ക് ഏറ്റവും സുപരിചിതം വേദഭാഗമാണ്. ഈ ഭാഗത്തിൽ നിന്ന് ഒത്തിരി പ്രാവശ്യം കർത്താവിൻ്റെ അഭിഷക്തന്മാർ ദൈവദാസന്മാർ നമ്മെ ശുശ്രൂഷിച്ചതും ശുശ്രൂഷകൾ കേൾക്കാനും അനുഭവിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവയിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവ് ഇന്ന് പകൽ നിങ്ങളോട് കൈമാറുന്ന ഒരു ദൈവശബ്ദം കൈമാറി പ്രാർത്ഥിപ്പാൻ ആമേൻ കർത്താവിൽ ഞാൻ ഈ പകൽ ആഗ്രഹിക്കുന്നു. സ്തോത്രം. വേദപുസ്തകത്തിൻ്റെ 4 സുവിശേഷ പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ട സുവിശേഷ പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷം എഴുതിയത് എബ്രായർക്ക് വേണ്ടിയാണ്. മർക്കോസിൻ്റെ സുവിശേഷം എഴുതിയത് റോമർക്ക് വേണ്ടിയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതിയത് ഗ്രീക്കുകാർക്ക് വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം എഴുതിയത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ എബ്രായ കൾച്ചർ കാണാം. മർക്കോസിന്റെ സുവിശേഷത്തിൽ റോമ കൾച്ചറുകൾ കാണാം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഗ്രീക്ക് കൾച്ചർ കാണാം. പക്ഷേ യോഹന്നാന്റെ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ സിമ്പിളായി രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ദൈവപൈതൽ ക്രിസ്തുവിനെ മനസ്സിലാക്കേണ്ടതിന് കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ ക്രിസ്തുവിനെ സിമ്പിളായി വരച്ച് കാണിച്ചിരിക്കുന്ന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷം നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാൻ എന്ന ദൈവപുരുഷൻ ക്രിസ്തുവിനെ അത്ര ഡീപ്പായി അറിഞ്ഞിട്ടുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പുതിയ നിയമത്തിലെ ദൈവമായിട്ടല്ല ക്രിസ്തുവിനെ യോഹന്നാൻ അവിടെ പ്രദർശിപ്പിക്കുന്നത്. ആൾറെഡി ഇരുന്ന ദൈവമായിട്ടും സകലത്തെയും സൃഷ്ടിച്ച ദൈവമായിട്ടാണ് യോഹന്നാൻ ക്രിസ്തുവിനെ അവിടെ പ്രദർശിപ്പിക്കുന്നത്. 1-ാമത്തെ അധ്യായം 1-ാം വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. 2-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവൻ എന്ന ഹി എന്ന പേഴ്സണാലിറ്റിയിലേക്ക് വചനം ട്രാൻസ്ഫർ ആകുക. 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവനാൽ സകലതും സൃഷ്ടിക്കപ്പെട്ടു. അപ്പം സൃഷ്ടിച്ച ദൈവത്തിലേക്ക് വചനം ട്രാൻസ്ഫർ ആയിരുന്നു. അടുത്ത 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വചനം ജഡവും കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ ജഡമായി പാർത്തു എന്ന് 14-ാമത്തെ വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ ക്രിസ്തുവിനെ ഇവിടെ പ്രദർശിപ്പിക്കുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. പുതിയ നിയമത്തിലെ ദൈവമായിട്ടല്ല, പുതിയ നിയമത്തിൽ വെളിപ്പെട്ട കർത്താവായിട്ടല്ല, ആൾറെഡി ഇരുന്ന ദൈവത്തെയാണ് യോഹന്നാൻ ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ആ വചനം എബ്രായ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം: ആദിയിൽ പുത്രൻ ഉണ്ടായിരുന്നു, പുത്രൻ ദൈവത്തോടു കൂടെയായിരുന്നു, പുത്രൻ ദൈവമായിരുന്നു, പുത്രൻ സകലത്തെയും സൃഷ്ടിച്ചു, പുത്രൻ ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മിൽ പാർത്തു. അങ്ങനെ വചനത്തെ എബ്രായ ഭാഷയിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. പുതിയ നിയമത്തിൽ 2 ഭക്തന്മാർ മാത്രമേ ക്രിസ്തുവിനെ പഴയ നിയമത്തിൽ നിന്ന് എടുത്ത് വ്യക്തമായി പുതിയ നിയമ ദൈവസഭയ്ക്ക് വരച്ച് കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം. ഇതിൽ യോഹന്നാൻ യേശുവിനെ പ്രദർശിപ്പിക്കുന്നത് പിതാവിനോട് കൂടെ ഇരുന്ന് സകലത്തെയും സൃഷ്ടിച്ച ദൈവമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ക്രൈസ്റ്റ് പുതിയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവമല്ല, ക്രൈസ്റ്റ് ആൾറെഡി പഴയ നിയമത്തിലെ ഉണ്ടായിരുന്ന ദൈവമായിരുന്നെന്ന് പറഞ്ഞാൽ, ക്രിസ്തുവാലാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ എത്ര പേർ കൈകൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യും? ഹല്ലേലൂയ. യോഹന്നാൻ ഈ വെളിപ്പാട് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് യോഹന്നാനോട് ചോദിച്ചാൽ യോഹന്നാൻ പറയും, മറ്റ് ശിഷ്യന്മാരിൽ വെച്ച് ഏറ്റവും അധികം യേശുവിനെ സ്നേഹിച്ച 3 പേരിൽ ഒരാളാണ് യോഹന്നാൻ. യോഹന്നാൻ യേശുവിൻ്റെ മാറോട് ചാരിക്കിടക്കാൻ ഇഷ്ടപ്പെട്ടവനാണ്. മാറോട് ചാരിക്കിടക്കുന്നവർക്ക് മാത്രമേ ഹൃദയത്തിൻ്റെ പൾസ് അറിയാൻ കഴിയത്തുള്ളൂ. ഹൃദയത്തിൻ്റെ പൾസ് അറിയുന്ന അവൻ്റെ മുഖം മുഖത്തേക്ക് തന്നെയായിരിക്കും നോക്കിയിരിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ മാറോട് ചാരിക്കിടക്കാൻ ഇഷ്ടപ്പെട്ട പുരുഷന്റെ മുഖം പ്രദർശിപ്പിച്ചത് ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ അവൻ കണ്ടത് മുഴുവൻ പിതാവിനെ ആയിരുന്നു. 2 യോഹന്നാൻ തൻ്റെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ പൾസിലും തിരിച്ചറിയാൻ കഴിഞ്ഞത് ക്രൈസ്റ്റിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ പിതാവിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന അഭിഷേകവും ശക്തിയും പിതാവിൻ്റെ പൾസുമാണ് ക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുന്നത് യോഹന്നാൻ വ്യക്തമായി കണ്ടു. അതുകൊണ്ടാണ് യോഹന്നാൻ ഈ ഭാഗത്തിൽ വചനത്തിൽ വ്യക്തമായി പറയുന്ന, ആദിയിലെ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, അത് സകലത്തെയും സൃഷ്ടിച്ചു, ആ വചനമാണ് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുന്നു. ഇതേ വെളിപ്പാടുള്ള ദൈവപുരുഷനാണ് അപ്പോസ്തലനായ പൗലോസ്. പൗലോസും അവൻ കൊലോസ്യ സഭയ്ക്ക് കൈമാറുമ്പോൾ എഫെസ്യ കൊലോസ്യ ലേഖനങ്ങളിൽ ആവർത്തിച്ച് വായിച്ചാൽ അവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ക്രിസ്തുവാണ് സകലത്തെയും സൃഷ്ടിച്ചത്. പിതാവിൻ്റെ പിതാവിന് പകരമായി, പിതാവായി ഈ ഭൂമിയിൽ പിതാവിന് പകരം വെളിപ്പെട്ടതാണ് ക്രിസ്തു. പിതാവിനെ പ്രദർശിപ്പിക്കാൻ
ജീവിക്കാൻ വെളിപ്പെട്ടതാണ് ക്രിസ്തു. ആമേൻ. പിതാവിൻ്റെ സ്വരൂപമാണ്, പിതാവിൻ്റെ സാദൃശ്യമാണ്, പിതാവാണ് യേശു എന്നൊക്കെ ഒത്തിരി ഭാഗങ്ങളിൽ ക്രൈസ്റ്റിനെ കുറിച്ച് കൊലോസ്യ, എഫെസ്യ ലേഖനങ്ങളിൽ പൗലോസ് കൈമാറുന്നതും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇനി കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ വായിച്ചാൽ, 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആദികാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നതും പുതിയ നിയമ ഭക്തന്മാർക്ക് വെളിപ്പെട്ടതും ജാതികളുടെ ഇടയിൽ തികഞ്ഞു നിൽക്കുന്നതുമായ മർമ്മം. ഇവിടെ 3 മർമ്മങ്ങളെക്കുറിച്ച് പൗലോസോടെ കൈമാറിയിട്ട് പറയുന്നു. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അപ്പം ഇത് ആദികാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം. ഉൽപ്പത്തി പുസ്തകം മുതൽ ആമേൻ മർമ്മം ഉണ്ടായിരുന്നു. ആമേൻ. പക്ഷെ അത് പഴയ നിയമഭക്തന്മാർക്ക് വെളിപ്പെടാത്ത മർമ്മമായിരുന്നു. 2 പുതിയ നിയമഭക്തന്മാർക്ക് വെളിപ്പെട്ട മർമ്മം, മത്തായിക്കും മർക്കോസിനും ലൂക്കോസിനും ഒക്കെ വെളിപ്പെട്ട മർമ്മം ഇപ്പം ജാതികളുടെ ഇടയിൽ തികഞ്ഞു നിൽക്കുന്നു, നിറഞ്ഞു നിൽക്കുന്നു. ജാതികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാനുമാണ്. ഇസ്രായേൽ ജനത്തിന് പുറമെയുള്ളവരാണ് ജെൻഡൈൽസ് എന്ന് വിളിക്കപ്പെടുന്നത്. സോ ജാതികളിൽ നിറഞ്ഞു നിൽക്കുന്ന മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഒരാമേൻ പറഞ്ഞ കർത്താവിന് സ്തോത്രം. സോ പൗലോസിന് ഈ വെളിപ്പാട് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ പൗലോസ് പറയും, പൗലോസ് എന്ന ദൈവപുരുഷൻ ആമേൻ യഹൂദ ആമേൻ പാണ്ഡിത്യമെടുത്ത, ന്യായപ്രമാണത്തിൻ്റെ മേൽ പാണ്ഡിത്യമെടുത്തവനാണ്. യഹൂദന്മാരിൽ ശ്രേഷ്ഠന്മാരായ ആമേൻ പണ്ഡിതന്മാരുടെ കീഴിൽ നിന്ന് പഠിച്ച്, ഗമാലിയേൽ എന്ന ശ്രേഷ്ഠ മനുഷ്യൻ്റെ കീഴിൽ നിന്ന് പഠിച്ച് ആമേൻ ന്യായപ്രമാണത്തിൽ മുഴുവൻ പാണ്ഡിത്യമെടുത്ത ഒരു ദൈവപുരുഷനാണ്. ന്യായപ്രമാണത്തിൻ്റെ തീഷ്ണതയാൽ ക്രിസ്തുവിനെ ഒത്തിരി എതിർത്ത ഒരു ദൈവപുരുഷനാണ് ആമേൻ ഈ പൗലോസ്. പക്ഷേ ഈ പൗലോസിന് ഈ വെളിപ്പാട് എങ്ങനെ കിട്ടിയെന്നാൽ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്തുവാൽ ഒരു സന്ദർശനം, ഒരു എൻകൗണ്ടർ നടന്നപ്പോൾ ആ ദൈവ മനുഷ്യൻ്റെ കണ്ണ് തുറന്നു കിട്ടി. അന്നവന് മനസ്സിലായി, ന്യായപ്രമാണത്തിൽ മുഴുവൻ ഞാൻ കണ്ടത് ക്രിസ്തുവിനെ ആയിരുന്നുവെന്ന്. മനസ്സിലായാൽ കൈകൾ ഉയർത്തി നല്ലൊരാമേൻ പറയണം. യഹൂദ കൾച്ചർ എടുത്ത് പഠിച്ചാൽ, ഞാൻ കുറച്ച് ആ ബൈബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ദൂതിലേക്ക് കയറി വരാം. സ്തോത്രം. ആമേൻ. നിങ്ങളുടെ ഫാസ്റ്റിംഗ് ആണ്, നമുക്കൊരു കുഴപ്പമുണ്ട്. കൈയടിച്ച് ആരാധിച്ച് സ്തോത്രം പറയാതൊക്കെ ഇരുന്നാൽ നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നൊരു ശീലമുണ്ട് നമുക്ക്. നമ്മുടെ മലയാളികളുടെ കൾച്ചറാണ് അത് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഫയറായിട്ടിരിക്കണം. കൈയടിച്ച് സ്തോത്രമൊക്കെ പറഞ്ഞൊക്കെ ഇരുന്നാൽ കുഴപ്പമില്ല. ഇച്ചിരി സൈലൻ്റായിട്ടിരുന്നാൽ കുറേ നേരം കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ പോകുന്നൊരു പോക്കുണ്ട്. അങ്ങനെ ഒരു പോക്കുണ്ട്. അങ്ങനെ ആരും പോകരുത്. നിങ്ങൾ കുറച്ച് സമയം എൻ്റെ കൂടെ വരണം. സ്തോത്രം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. നിങ്ങൾക്ക് തീ പിടിപ്പിക്കുന്ന ദൈവശബ്ദത്തിൻ്റെ ദൂതുകൾ ഈ ഭാഗത്ത് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. പക്ഷേ ഇച്ചിരി ബൈബിൾ കൾച്ചർ ഒന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ട് അവൻ ഈ ഭാഗത്തിലേക്ക് മടങ്ങി വരാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. യഹൂദന്മാരുടെ കൾച്ചർ അനുസരിച്ച് ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉളവായി കഴിഞ്ഞാൽ ആ കുഞ്ഞ് ഉളവായ ഉടനെ ആമേൻ 3 മാസത്തേക്ക് ഒരു പ്രാവശ്യം വെച്ച് ആമേൻ 9 മാസത്തിൽ 3 പ്രാവശ്യം ന്യായപ്രമാണം മുഴുവൻ വായിക്കുവാൻ ആ അമ്മയെ അവർ നിർബന്ധിക്കും. ആമേൻ. ഈ ഉദരത്തിൽ ആയിരിക്കുന്ന ഈ കുഞ്ഞ് ഗർഭം ധരിക്കപ്പെട്ട 3 മാസത്തേക്ക് ഒരിക്കൽ ആമേൻ ഉൽപ്പത്തി പുസ്തകം മുതൽ ആവർത്തന പുസ്തകം വരെയുള്ള 5 ന്യായപ്രമാണ പുസ്തകങ്ങൾ മുഴുവനും ഒരു സ്ത്രീ 3 മാസത്തേക്ക് ഒരു പ്രാവശ്യം വായിച്ച് തീർത്തിരിക്കണം. അങ്ങനെ 9 മാസത്തിൽ 3 പ്രാവശ്യം വായിക്കണം. ഈ 3 പ്രാവശ്യം വായിക്കുമ്പോൾ ഈ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞ് കേൾക്കുന്ന ശബ്ദം ന്യായപ്രമാണത്തിലെ ദൈവശബ്ദമാണ്. ആ കുഞ്ഞ് ഉദരത്തിൽ നിന്ന് തന്നെ കേട്ട് വളരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകും. മറിയയുടെ വന്ദനം കേട്ട അടുത്ത സെക്കൻഡ് ഉദരത്തിലെ പിള്ള തുള്ളി എന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം ആ സമയത്ത് പുറമേ നിന്നുണ്ടാകുന്ന ഓരോ ചലനങ്ങളും ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിന് മനസ്സിലാക്കാൻ കഴിയും എന്നതാണ്. അതുകൊണ്ടാണ് ഒരു സ്ത്രീ കൺസീവായി കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, ഒത്തിരി കരയരുത്, ഒത്തിരി ദുഃഖിക്കരുത്, ഒത്തിരി ടെൻഷൻ അടിക്കരുത്, ഒരുപാട് ഭാരപ്പെടരുത്, ഉറങ്ങാതിരിക്കരുത്, ഒത്തിരി സ്ട്രെയിൻ ചെയ്യരുത്, സ്ട്രെസ് ആകരുത്. ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യം ആ സമയത്ത് അമ്മയ്ക്ക് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളും കുഞ്ഞിനുണ്ടാകും. പക്ഷെ ആ സമയത്ത് അമ്മയ്ക്ക് നല്ല കരുതൽ കിട്ടിയാൽ വളരെ ആരോഗ്യമുള്ള കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കാൻ ഇടവരും. അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരും അല്ലാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളാണ് സ്വഭാവ വൈകല്യമുള്ളവരായിട്ട് ഭൂമിയിൽ പിന്നീട് വളർന്നു വരുന്നതും നമുക്ക് സൈക്കോളജി അനുസരിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് യഹൂദന്മാർ കുഞ്ഞ് കൺസീവായി കഴിഞ്ഞാൽ അവർ 3 പ്രാവശ്യം ന്യായപ്രമാണം വായിക്കാൻ നിർബന്ധിക്കും. ഉദരത്തിൽ നിന്ന് തന്നെ ഈ കുഞ്ഞ് ദൈവവചനം കേട്ടാണ് വളരുന്നത്. ഈ കുഞ്ഞ് ജനിച്ച ഉടനെ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അമ്മയുടെ കയ്യിലോ
അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കയ്യിലൊന്നും അല്ല കൊടുക്കുന്നത്, അപ്പൻ്റെ കയ്യിലാണ് ഈ കുഞ്ഞിനെ കൊടുക്കുന്നത്. അപ്പൻ്റെ കയ്യിൽ ഈ കുഞ്ഞിനെ കൊടുത്ത ഉടനെ അപ്പൻ ആ കുഞ്ഞിനെ പൊക്കിയെടുത്ത് ആ കുഞ്ഞിൻ്റെ കാതിൽ ഓതും, യാഗാണ് നമ്മുടെ ദൈവം, യാഗല്ലാതെ മറ്റൊരു ദൈവം നമുക്ക് ഇല്ല എന്ന് ആ കുഞ്ഞിൻ്റെ കാതിൽ ഓതും. ആ കുഞ്ഞ് കേൾക്കുന്ന ആദ്യത്തെ ശബ്ദം യഹോവയാണ് നമ്മുടെ ദൈവം, യഹോവയല്ലാതെ മറ്റൊരു ദൈവം നമുക്ക് ഇല്ല എന്നതാണ്. നമ്മുടെ ആൾക്കാർ അങ്ങനെയല്ല. കുഞ്ഞിനെടുത്തുകൊണ്ട് അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെ കയ്യിൽ കൊടുക്കും. ഉടനെ അവർ കുഞ്ഞിനെടുത്ത് ചുംബിക്കും, നോക്കും, എന്നിട്ട് മൂക്ക് നോക്കും, ചെവി നോക്കും, മുഖം നോക്കും. എന്നിട്ട് അപ്പച്ചനെ പോലെയുണ്ടോ അമ്മച്ചിയുടെ പോലെയുണ്ടോ ആരെ പോലെയോ കുഞ്ഞിരിക്കുന്നത് അവിടെ വെച്ച് തന്നെ പറയാൻ തുടങ്ങും. ഇതാണ് കുഞ്ഞ് ആദ്യം കേൾക്കുന്നത്. പക്ഷേ യഹൂദ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല കേൾക്കുന്നത്. അവർ ആദ്യം കേൾക്കുന്നത് തങ്ങളെ സൃഷ്ടിച്ച ദൈവം ആരാണ് എന്നുള്ളതാണ് ആ കുഞ്ഞ് കേൾക്കുന്നത്. ആ കുഞ്ഞ് വളർന്നു വരുന്ന സമയത്തിൽ ആ കുഞ്ഞിന് ലിക്വിഡ് ഫുഡ് കൊടുക്കത്തില്ലേ? അങ്ങനെ ലിക്വിഡ് ഫുഡ് കൊടുക്കുമ്പോൾ നമ്മളൊക്കെ പാലുകൂടി മറന്ന് ലിക്വിഡ് ഫുഡ് കൊടുക്കും. 6 മാസം കഴിയുമ്പോൾ ചെറിയ ലിക്വിഡ് ഫുഡ് കൊടുക്കും. അങ്ങനെ ലിക്വിഡ് ഫുഡ് കൊടുക്കുന്ന സമയം ഈ എബ്രായർ ആദ്യം കുഞ്ഞിന് കൊടുക്കുന്ന ലിക്വിഡ് ഫുഡ് എന്താണെന്നറിയാമോ? ആലഫ് മുതൽ ടൗ വരെയുള്ള എബ്രായ അക്ഷരങ്ങൾ. ഈ എബ്രായ അക്ഷരങ്ങൾ ദൈവത്തിൻ്റെ വചനമെന്നും എബ്രായ ഭാഷ ഗോഡ്ലി ലാംഗ്വേജ് എന്നും ഹോളി ലാംഗ്വേജ് എന്നും ഹെവൻലി ലാംഗ്വേജ് എന്നും വിളിക്കപ്പെടുന്ന ഭാഷയാണ്. സോ അതാണ് ലോകത്തിലെ ആദ്യത്തെ ഭാഷ. ഈ ഭാഷയിൽ ആലഫ് മുതൽ ടൗ വരെയുള്ള എബ്രായ അക്ഷരങ്ങളെ തേനിൽ ബിസ്ക്കറ്റ് പോലെ അവർ ചെയ്തെടുക്കും, തേങ്കട്ടയിൽ ബിസ്ക്കറ്റ് പോലെ ചെയ്തെടുക്കും. എന്നിട്ട് ഈ കുഞ്ഞിന് കൊടുക്കുന്ന ആദ്യത്തെ ലിക്വിഡ് ഫുഡ് എന്താണെന്ന് അറിയാമോ? ആലഫ് എന്ന അക്ഷരമാണ്. ആലഫ് എന്ന അക്ഷരം എന്തിനെ കാണിക്കുന്നെന്നാൽ ഏലോഹിം, ദൈവത്തെയാണ് കാണിക്കുന്നത്, യഹോവയാണ് അക്ഷരം കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആലഫ് ആൻഡ് ടൗ, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു, ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു. സോ ആദ്യ അക്ഷരം ദൈവത്തെയാണ് കാണിക്കുന്നത്. സോ ഈ കുഞ്ഞ് കഴിക്കുന്ന ആദ്യത്തെ അക്ഷരം തന്നെ ആലഫാണ്, ദൈവത്തെയാണ് കുഞ്ഞ് കഴിക്കുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞ എന്നെ കഴിക്കുന്നവൻ മരിച്ചാലും എന്നേക്കും ജീവിക്കും. ഈ കുഞ്ഞ് കഴിക്കുന്ന ആദ്യത്തെ ഫുഡ് അതാണ്. അടുത്ത് 5 വയസ്സ് വരെ ഈ കുഞ്ഞിനെ അമ്മയായിരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അമ്മ ബന്ധങ്ങളെക്കുറിച്ച് കുഞ്ഞിനെ പഠിപ്പിക്കും. ഇതാണ് നിൻ്റെ അപ്പൻ, ഇതാണ് നിൻ്റെ അപ്പൂപ്പൻ, ഇതാണ് നിൻ്റെ അമ്മ, ഇതാണ് നിൻ്റെ അമ്മൂമ്മ, ഇതാണ് അങ്കിള്, ഇത് ആൻറ്റി, ഇത് ചേച്ചി, ഇത് അനിയത്തി. അങ്ങനെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിപ്പിക്കും. 6-ാമത്തെ പ്രായം മുതൽ 12-ാമത്തെ പ്രായം വരെ ഈ കുഞ്ഞിൻ്റെ വളർച്ചയുടെ നിയന്ത്രണം അപ്പൻ ഏറ്റെടുക്കും, പിതാവ് ഏറ്റെടുക്കും. എന്നിട്ട് പിതാവ് ഈ കുഞ്ഞിനെ പ്രധാനമായി പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, പിതാവ് പഠിപ്പിക്കുന്നത് ന്യായപ്രമാണമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ ആവർത്തന പുസ്തകം വരെ 5 പുസ്തകങ്ങൾ 6 വയസ്സ് മുതൽ 12 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് പിതാവ് ദിനം പ്രതി പറഞ്ഞു കൊടുത്ത് ന്യായപ്രമാണത്തെ പഠിപ്പിക്കും. രണ്ടാമത്, അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രക്ഷാമാർഗം എന്നൊരു അഭ്യാസം ഈ പിതാവ് ഈ കുഞ്ഞിന് പഠിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് ഇസ്രായേൽ കൊച്ചു കുഞ്ഞു പോലും ഒരു 12 വയസ്സ് തികഞ്ഞ ഒരു കുഞ്ഞു പോലും റിവാൾവർ എടുത്ത് ഷൂട്ട് ചെയ്യാൻ കഴിവുള്ള പ്രാപ്തിയുള്ള കുഞ്ഞുങ്ങളായിട്ട് യഹൂദ കുഞ്ഞുങ്ങൾ വളർന്നു വരും. നല്ല ജ്ഞാനവും കഴിവുമുള്ളവരായി വളർന്നു വരും. അവർക്ക് അപകടങ്ങൾ വന്ന രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. അടുത്ത് പിതാവ് പഠിപ്പിക്കുന്ന 3-ാമത്തെ കാര്യമാണ് ഈ കുഞ്ഞിനെ ഉപജീവന മാർഗമായി ഇവന് രക്ഷപ്പെടാനുള്ള മാർഗം, സമ്പത്തുണ്ടാക്കാനുള്ള വഴികൾ, ബിസിനസ്സും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കും. ഈ 3 കാര്യങ്ങൾ 12 വയസ്സിനുള്ളിൽ യഹൂദ കുഞ്ഞിനെ ഒരു പിതാവ് പഠിപ്പിച്ചു കൊടുക്കും. യഹൂദ കുഞ്ഞിൻ്റെ കയ്യിൽ നിങ്ങൾ ഒരു 1000 രൂപ കൊടുത്തിട്ട് 6 മാസം കഴിഞ്ഞ് 10,000 ആക്കാൻ പറഞ്ഞാൽ അവൻ 20,000 ആക്കി കാണിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഒരു 1000 രൂപ കൊടുത്തിട്ട് 4 ദിവസം കഴിഞ്ഞ് ചോദിച്ചാൽ അവൻ ഒരു 500 രൂപ കടം വെച്ചിട്ട് വന്നിരിക്കും. രണ്ടിൻ്റെയും പ്രത്യേകത അവർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ശീലമാണ്. ഇതാണ് ഈ എബ്രായ കൾച്ചർ. കൈകൾ ഉയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞാട്ട് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് കഴിയുമ്പോൾ 12-ാമത്തെ വയസ്സിൽ ഈ കുഞ്ഞിനെ കൊണ്ട് സിനഗോഗിൽ പുരോഹിതന്മാരുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കും, സിനഗോഗുകളിൽ കൊണ്ട് ഏൽപ്പിക്കും. പിന്നെ 12 വയസ്സ് മുതൽ ഈ കുഞ്ഞിൻ്റെ പഠനം മുഴുവൻ ഏറ്റെടുക്കുന്നത് സിനഗോഗാണ്. പുരോഹിതന്മാരവരെ പഠിപ്പിച്ച് അവർക്ക് വേണ്ടിയ വിദ്യാഭ്യാസവും കഴിവും കൊടുത്താണ് അവരെ പുറത്തേക്ക് എടുത്തുകൊണ്ട് വരുന്നത്. ഇങ്ങനെ പൗലോസ് എന്ന ദൈവപുരുഷൻ ന്യായപ്രമാണത്തിനെ അനുസരിച്ച് 12-ാമത്തെ വയസ്സിൽ ഗമാലിയേൽ എന്ന ശ്രേഷ്ഠ പണ്ഡിതൻ്റെ കീഴിൽ നിന്ന് ന്യായപ്രമാണം മുഴുവൻ നന്നായി പഠിച്ച് നന്നായി പാണ്ഡിത്യമെടുത്തൊരു ദൈവപുരുഷനാണ്. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ തീഷ്ണതയാൽ അത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിന് ക്രിസ്തുവിനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല, ക്രിസ്തുവിൻ്റെ ദൈവികത്വത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, ക്രിസ്തുവിൻ്റെ ദൈവികത്വത്തെ അംഗീകരിക്കാൻ ഈ മനുഷ്യന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെയും ഇദ്ദേഹം ക്രൂരമായി എതിർത്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ഒരു ഡിവൈൻ എൻകൗണ്ടർ ഈ ദൈവമനുഷ്യന് നടക്കുന്നത്. ഈ എൻകൗണ്ടർ നടന്ന അടുത്ത സെക്കൻഡ് ഈ ദൈവമനുഷ്യൻ ക്രിസ്തുവിനെ കണ്ട്, ക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ട്, ക്രിസ്തുവാൽ സ്പർശിക്കപ്പെട്ട അടുത്ത സെക്കൻഡ് ഇദ്ദേഹത്തിൻ്റെ ഹൃദയ ദൃഷ്ടികൾ തുറന്നു.
ഇദ്ദേഹത്തിൻ്റെ ഹൃദയദൃഷ്ടികൾ തുറന്നപ്പം ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞാൻ കുഞ്ഞുനാൾ മുതൽ കേട്ടതും വളർന്നതും പഠിച്ചതും ഞാൻ പാണ്ഡിത്യമെടുത്ത എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കാൻ എനിക്ക് കാണാൻ കഴിഞ്ഞത് ക്രൈസ്റ്റാണ്, ക്രിസ്തുവാണ്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം മുതൽ മറഞ്ഞിരുന്ന ക്രിസ്തുവിനെ പുതിയ നിയമസഭയ്ക്ക് പ്രദർശിപ്പിച്ച് കാണിക്കുക. പൗലോസ് എന്ന ദൈവപുരുഷൻ ക്രിസ്തു ഇതാണെന്ന് പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വെളിപ്പെടുത്തി കാണിക്കുന്നു. ആമേൻ. 2017 വർഷം എബ്രായ ഭാഷ പഠിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ വല്ലാണ്ട് നിർബന്ധിച്ചു. എന്നെ നിർബന്ധിക്കാനുള്ള പ്രധാന കാരണം, ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയങ്ങളിൽ ഗ്രീക്കും ഹീബ്രു 2 ലാംഗ്വേജ് എനിക്കുണ്ട്. പക്ഷേ ഗ്രീക്ക് എനിക്ക് സിമ്പിളായിരുന്നു, ഞാൻ സിമ്പിളായി പഠിച്ചു. പക്ഷേ ഹീബ്രു ടഫാണ്, ഞാൻ ഹീബ്രുവിനെ റിജക്റ്റ് ചെയ്തതാണ്. പക്ഷേ 2012 മുതൽ പിന്നിട്ട കാലഘട്ടങ്ങളിൽ ഒത്തിരി ഉപദേശ പ്രസംഗങ്ങൾ നമ്മുടെ കേരളക്കരയുടെ പല മേഖലയിലും വിശ്വാസഗോളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത് കണ്ടു. അതിൽ നിന്ന് പൊങ്ങി വന്ന ചില ഉപദേശങ്ങൾ എൻ്റെ ഹൃദയത്തെ വല്ലാണ്ട് അങ്ങ് ബുദ്ധിമുട്ടിച്ചു. ഇത് ശരിയാണോ തെറ്റാണോ, ഏതാ ശരി ഏതാ തെറ്റ്, ഇങ്ങനെ എൻ്റെ മൈൻഡിനെ ഭയങ്കരമായി ഡിസ്റ്റർബ് ചെയ്തു. അങ്ങനെ ടോട്ടലി ഞങ്ങൾ കേട്ടറിഞ്ഞ് വളർന്ന ആ വിശ്വാസത്തിനും ആ ഉപദേശത്തിനും എതിരെ നിൽക്കുന്ന പദങ്ങളൊക്കെ പ്രസംഗത്തിലൂടെയും ശുശ്രൂഷകളെയും കേട്ടു തുടങ്ങിയപ്പോൾ യാഥാർത്ഥ്യത അറിയണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അങ്ങനെ എൻ്റെ ഒരു സ്നേഹിതനെ കോണ്ടാക്ട് ചെയ്തപ്പം അദ്ദേഹം എന്നെ ഒരു ഹീബ്രു ക്ലാസ്സിൽ ജസ്റ്റ് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ആ ഭാഗം ഒന്ന് കേട്ട് നോക്കുക, കൊള്ളാമെങ്കിൽ നീ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. എനിക്കത് ഭയങ്കരമായിട്ട് ബോധിച്ചു. പിന്നിട്ട ദിവസങ്ങളിൽ ഹീബ്രു പഠിക്കാൻ ഒരു ദാഹം ഉണ്ടായി. അങ്ങനെ വരും 2 ദിവസങ്ങൾ കൊണ്ട് ഞാൻ എബ്രായ അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും ഞാൻ പഠിച്ചു. പെട്ടെന്ന് എബ്രായ ബൈബിൾ കളക്ട് ചെയ്തു. പിന്നെ എബ്രായ ഭാഷയിൽ ദൈവവചനം പഠിക്കാൻ മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പഴയ നിയമത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ക്രിസ്തുവാണെന്ന്. ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീയുടെ സന്തതിയായും പുറപ്പാട് പുസ്തകത്തിൽ തൻ്റെ മുമ്പേ നടന്നു പോകുന്ന യഹോവയുടെ ദൂതനായും ലേവ്യ പുസ്തകത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടായും ഇങ്ങനെ മലാക്കി പ്രവചന പുസ്തകം വരെ ക്രിസ്തു വെളിപ്പെട്ട് നിന്നിരുന്നു. പക്ഷെ അവർക്ക് പഴയ നിയമസഭയ്ക്ക് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് പൗലോസ് കൈമാറുന്നത്, ആദ്യകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം. നമ്മുടെ ഇടയിൽ പലരും പറയുന്ന ഒരു പദമാണ്, നമ്മൾ പുതിയ നിയമ വിശ്വാസികളാണ്, അതുകൊണ്ട് നമുക്ക് പുതിയ നിയമം മതി, പഴയ നിയമം നമുക്ക് വേണ്ട എന്ന്. വേദപുസ്തകത്തിന് പഴയ നിയമം പുതിയ നിയമ വിശ്വാസികൾക്ക് ആവശ്യമില്ല. പുതിയ നിയമ വിശ്വാസികൾക്ക് പുതിയ നിയമം മതി, പഴയ നിയമം മുഴുവൻ യഹൂദന്മാർക്കും അത് ന്യായപ്രമാണമാണ്, അത് ന്യായപ്രമാണികൾക്കും ഉള്ളതാണെന്ന്. പക്ഷേ തോറ എന്ന എബ്രായ പദത്തിൻ്റെ വ്യക്തമായ മീനിങ് തന്നെ ന്യായപ്രമാണം എന്നതിലുപരി ഇൻസ്ട്രക്ഷൻ എന്നതാണ്, നിർദ്ദേശങ്ങൾ എന്നതാണ് തോറ എന്ന വാക്കിൻ്റെ വ്യക്തമായ മീനിങ്. അതിൻ്റെ പിക്ചർ, ചിത്രലിപികളുടെ അർത്ഥം എടുത്ത് പഠിച്ചാൽ ക്രൂശിൽ നിന്ന് വെളിപ്പെടുന്നതിന് നോക്കുക എന്നതാണ്. എന്താണ് ക്രൂശിൽ നിന്ന് വെളിപ്പെടുന്നത്? ക്രൈസ്റ്റാണ് ക്രൂശിൽ നിന്ന് വെളിപ്പെടുന്നത്. തോറായിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നതും ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത് ക്രിസ്തുവിലാണ്, പുത്രനിലാണ്. ബർഷിത്ത് എന്ന വാക്കിൽ ആദ്യത്തെ വേർഡ് ബർ എന്ന് തന്നെ പുത്രനിലാണ് തുടങ്ങുന്നത്. പുത്രനിൽ തുടങ്ങുന്ന വേദപുസ്തകം പുത്രനിലാണ് അവസാനിക്കുകയും ചെയ്യുന്നത്. വേദപുസ്തകത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് പുത്രനാണ്, ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിന്റെ എല്ലാ മേഖലയിലും എന്തിന് ന്യായപ്രമാണത്തിൽ ക്രിസ്തുവിന്റെ 2 വരവിനെയും വരെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരസ്കരിക്കുന്ന ന്യായപ്രമാണം എന്ന ഭാഗത്തിൽ ക്രിസ്തുവിന്റെ 2 വരവിനെയും ആ പുസ്തകത്തിൽ വ്യക്തമായി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പഴയ നിയമം മുഴുവൻ പ്രദർശിപ്പിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ് പ്രദർശിപ്പിക്കുന്നത്. ആ യാഥാർത്ഥ്യതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആത്മീയ മർമ്മമാ പൗലോസ് കൈമാറുന്നത്. ആദ്യകാലങ്ങൾക്ക് തലമുറകൾക്കും ഈ മർമ്മം മറഞ്ഞു കിടന്നു. പുതിയ നിയമ ഭക്തന്മാർക്ക് ഈ മർമ്മം വെളിപ്പെട്ടു. അതിപ്പം ജാതികളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. എന്നിട്ട് പൗലോസ് ഇവിടെ കൈമാറുന്ന ഒരു പദമുണ്ട്, വചനം എന്ന മർമ്മം. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 25-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ, ദൈവ വചനമെന്ന മർമ്മം വെളിപ്പെടുത്തേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായ എന്ന വാക്യമെന്ന് വായിച്ച് സഹായിച്ചാൽ നന്നായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. കണ്ടോ, നിങ്ങൾക്ക് വേണ്ടി
ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. എനിക്ക് നൽകിയ ഉദ്യോഗം ദൈവസഭയ്ക്ക് ശുശ്രൂഷകനാകുക. എന്നെ ഏൽപ്പിച്ച ദൗത്യം ദൈവവചന ഘോഷണം നിവർത്തിക്കുക. അപ്പോൾ ഒരു നല്ല സഭായിടയൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയാമോ? സഭയെ നന്നായിട്ട് വചനം പഠിപ്പിക്കുക എന്നതാണ്. ബേഥേലിന് കർത്താവ് തന്നെ ഭാഗ്യത്തിനായി സ്തോത്രം. ബേഥേലിനെ കണക്ട് ചെയ്തിരിക്കുന്ന ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്കായും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് ദൈവവചന ഘോഷണത്തിന് ഒരു കുറവില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് വചനത്തിൻ്റെ വെളിപ്പാടുകളും വചനത്തിൻ്റെ അറിവും വചനത്തിൻ്റെ പരിജ്ഞാനങ്ങളും ധാരാളം നിങ്ങൾക്ക് ലഭിപ്പാൻ നല്ല വചന പരിജ്ഞാനമുള്ള ദൈവിക അഭിഷക്തന്മാരെ കർത്താവ് നിങ്ങൾക്ക് തന്നു. ഇതിൽ നിന്ന് നല്ല വചന പരിജ്ഞാനമുള്ള അഭിഷക്തന്മാരെ ലോകരാജ്യത്തിന് സമർപ്പിച്ചു. അതെല്ലാം ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇങ്ങനെ ഒരു കാലഘട്ടം ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചില്ല. ആമേൻ. അങ്ങനെ വചന പരിജ്ഞാനമുള്ള ദൈവസഭയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു ദൈവസഭയുടെ ശുശ്രൂഷ ഏറ്റവും വലിയ ദൗത്യം സഭയെ വചനം പഠിപ്പിക്കുക. എന്നിട്ട് പൗലോസ് ഇവിടെ കൈമാറുന്ന ഭാഗം നിങ്ങൾ കേട്ടോ. ആ വചനം എന്തെന്നറിയാമോ? മർമ്മത്തെ വെളിപ്പെടുത്തി കൊടുക്കുക എന്നതാണ്. മർമ്മം, വചനത്തിൽ കിടക്കുന്ന മർമ്മത്തെ വെളിപ്പെടുത്തി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയ ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായി. ആ ദൈവവചനം എന്തെന്നറിയാമോ? ആദിയിലുണ്ടായിരുന്ന വചനം, ദൈവത്തോടുകൂടെ ഇരുന്ന വചനം, ദൈവമായിരുന്ന വചനം, ജഡമായി നമ്മുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന വചനം, അതിനെ വെളിപ്പെടുത്താനാണ് ഞാൻ സഭയുടെ ശുശ്രൂഷകനായത്. മനസ്സിലായാൽ കൈകൾ അടിച്ച കർത്താവിനെ ആത്മാവിൽ സ്തോത്രം ചെയ്യണം. എന്നിട്ട് പൗലോസ് പറയുന്ന പദം നിങ്ങൾക്ക് മനസ്സിലായോ? ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുക. അപ്പം ദൈവവചന ഘോഷണം എന്തിനാ? നമ്മെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തേണ്ടതിനാണ് ദൈവവചന ഘോഷണം. സ്തോത്രം. ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാനും കൈമാറുന്നത്. ആ ക്രൈസ്ത് പുതിയ നിയമത്തിലെ ദൈവമായിട്ടല്ല, പഴയ നിയമത്തിൽ സകലത്തെയും സൃഷ്ടിച്ച ദൈവമായി, പിതാവിൻ്റെ കൂടെ ഇരുന്ന പുത്രനായി, പിതാവായി സകലത്തെയും സൃഷ്ടിച്ച ദൈവമായിട്ടാണ് യോഹന്നാൻ ഇവിടെ ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്നത്. ഇനി 15-ാം അധ്യായത്തിൽ യേശു കർത്താവ് ലോകത്തിൽ നിന്ന് തന്നെ പരസ്യ ശുശ്രൂഷ വേളകളിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരോട് ഫലം കായ്ക്കുന്ന കുറിച്ച് കൈമാറുന്ന പദങ്ങളാണ്. ഇനി ഞാൻ ദൂതിലേക്ക് കൈമാറാം. ആമേൻ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാലും കൈകൾ ഉയർത്തി ഒരു പ്രാവശ്യം കൂടി നല്ലൊരു ഹാലേലൂയ പറഞ്ഞുതരും. ശ്രദ്ധിച്ചേ, നിങ്ങൾ ഫലം കായ്ക്കണം എന്ന് കർത്താവ് ഇവിടെ പറയുന്നത്. വേദപുസ്തകം വരങ്ങളെക്കാൾ അധികം ഫലത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഞാനും വരത്തെക്കാൾ അധികം ഫലത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ദൈവവചനം പഠിപ്പിക്കുന്നത് പ്രവാചകൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നല്ല. ആമേൻ. പ്രവാചകൻ ഇടയൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നല്ല. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ആത്മാവിൻ്റെ വരങ്ങളെക്കാളും അധികം ആത്മാവിൻ്റെ ഫലങ്ങൾക്ക് വേദപുസ്തകം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഫലം നമ്മളിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരം വെളിപ്പെടും. ഫലമുള്ളവർക്ക് വരത്തെ വെളിപ്പെടുത്താൻ കഴിയും. പക്ഷെ വരങ്ങളുള്ളവർക്ക് എല്ലാവർക്കും ഫലം വെളിപ്പെടുത്താൻ കഴിയുമെന്ന് പറയാൻ കഴിയത്തില്ല. പക്ഷെ കർത്താവ് പറയുന്ന എല്ലാം ഫലങ്ങൾക്ക് അധിക പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴാണ് കർത്താവിടെ പറയുന്നത്, എന്നെ നോക്കി കർത്താവെ കർത്താവിനെ പറയുന്ന ഏവനുമല്ല, സ്വർഗസ്നായിൻ്റെ പിതാവിനെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്ന് അവിടെ സൂചിപ്പിക്കുന്നത്. അതിനർത്ഥം ഫലത്തിനാണ് ദൈവം അധിക പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ആമേൻ. നാം ഒരു കൃഷി നട്ടാൽ ആ കൃഷിയിൽ നമ്മളൊരു ഫലം പ്രതീക്ഷിക്കാറുണ്ട്. നമ്മളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്താൽ ആ കമ്പനിയിൽ ഒരു ഫലം പ്രതീക്ഷിക്കാറുണ്ട്. ഫലം പ്രതീക്ഷിക്കാത്ത ആരും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാറില്ല, ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാർട്ട് ചെയ്യാറില്ല, ഒരു കൃഷി നടത്താറില്ല, ഒരു വൃക്ഷം നടാറില്ല. അതേപോലെ തന്നെ ആമേൻ, നമ്മൾ വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ പ്രവേശിച്ചാൽ ആമേൻ ഒരു ഫലം പ്രതീക്ഷിക്കാറുണ്ട്. ആമേൻ. നമ്മൾ എന്ത് ചെയ്താലും ഒരു ഫലം പ്രതീക്ഷിക്കാറുണ്ട്. അതേപോലെ തന്നെ ദൈവസഭയിൽ ഒരു സഭയെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ശുശ്രൂഷകൻ ഒരു പ്രതീക്ഷയുണ്ട്, സഭയിൽ ഫലമുണ്ടാകണമെന്ന്. സഭയ്ക്കൊരു പ്രതീക്ഷയുണ്ട്, ശുശ്രൂഷകനിൽ ഫലമുണ്ടാകണമെന്ന്. ഫലം പ്രതീക്ഷിക്കാത്ത ആരും തന്നെ ഇല്ല. നമ്മളെല്ലാവരും ഫലം പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ അധ്വാനിക്കുന്നത്, ഫലം പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്, ഫലം പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ വിതയ്ക്കുന്നത്, ഫലം പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നത്. സോ നമ്മെക്കുറിച്ച് നാം ഒരു ഫലം പ്രതീക്ഷിക്കുന്നത് പോലെ ദൈവവും നമ്മെക്കുറിച്ച് ഫലം പുറപ്പെടുവിക്കുന്നവരാകണമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്തോത്രം. നമുക്ക് ഫലം കായ്ക്കാൻ കഴിയാത്തതിൻ്റെ 4 കാരണങ്ങൾ.
എന്തുകൊണ്ട് നമുക്ക് ദൈവം പ്രതീക്ഷിക്കുന്ന നിലയിൽ നമുക്ക് ഫലം കായ്ക്കാൻ പറ്റുന്നില്ല, ഫലം കൊടുക്കാൻ പറ്റുന്നില്ല, ഫലമുള്ള ഒരു വൃക്ഷമാകാൻ പറ്റുന്നില്ല എന്നതിൻ്റെ 4 കാരണങ്ങൾ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച ചില ദൈവശബ്ദങ്ങൾ ഞാൻ നിങ്ങളോട് കൈമാറി കൃത്യസമയത്തിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ഭാഗത്തിലേക്ക് ഇനി നമ്മുടെ വേദപുസ്തകത്തെ തിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 1 മുതൽ വായിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും പിതാവ് തോട്ടക്കാരനും. ആമേൻ. എന്നിൽ ഫലം കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ വെട്ടിക്കളയുന്നു. ഫലം കായ്ക്കേണ്ടതിന് അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കണം. ഈ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അധിക ഫലം കായ്ക്കേണ്ടതിന് നമ്മളെ ചെത്തിയ നാളുകളാണ്. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ നിങ്ങൾ അസാധാരണമായി ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അതിൽ നിന്ന് ഞാൻ നിങ്ങളെ തൊട്ടില്ലെങ്കിലും നിങ്ങളോട് പേഴ്സണലി ഒരു ആലോചന പറഞ്ഞില്ലെങ്കിലും ചിലരോട് വ്യക്തമായി ദൈവം സംസാരിക്കുന്ന ഒരു ദൂതായിരിക്കും ഈ ദൂത്. ഫലം കായ്ക്കാൻ കഴിയാത്തതിൻ്റെ 4 കാരണങ്ങൾ. അതിൽ 1-ാമത്തെ കാരണം, നമ്മൾ നടപ്പെട്ടിരിക്കുന്ന ഭൂമി ശരിയായ ഭൂമിയാണോ എന്ന് കണ്ടെത്തുക. റൈറ്റ് പ്ലേസിലാണോ നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതിനെ ആദ്യം കണ്ടെത്തുക. ഒരു റൈറ്റ് പ്ലേസിൽ നിൽക്കുന്ന മനുഷ്യന് മാത്രമേ ഉയർന്നു വരാൻ കഴിയത്തുള്ളൂ. അല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഉയർന്നു വരാൻ കഴിയത്തില്ല. നിങ്ങളെന്ന അഭിഷക്തൻ, നിങ്ങളെന്ന ദൈവസഭ, നിങ്ങളെന്ന ദൈവമനുഷ്യൻ, ദൈവമനുഷ്യ, നിങ്ങളെന്ന വ്യക്തി, ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന റൈറ്റ് പ്ലേസിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഫലവത്തായ വൃക്ഷമായി മാറും. ഉറപ്പായിട്ട് നിങ്ങൾ ഫലം കൊടുക്കുന്നവരായി മാറും. ഇതുവരെയും ആഗ്രഹിക്കുന്ന പോലെ ഫലം കൊടുക്കാൻ കഴിയാത്ത നിലകളിൽ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളെ തൊട്ടിട്ട് പരിശുദ്ധാത്മാവ് കൈമാറുന്ന ദൂത, നിങ്ങളെ വിവേചിക്കണം. നിങ്ങളൊരു റൈറ്റ് പ്ലേസിലാണോ നിൽക്കുന്നതെന്ന്. നാം നിൽക്കുന്ന ഭൂമി നമ്മെ വളർത്തുന്ന ഭൂമിയാണെങ്കിൽ നാം വളരും. തളർത്തുന്ന ഭൂമിയാണെങ്കിൽ നമ്മൾ ഒരിക്കലും വളരത്തില്ല. വളമണ്ണ് എപ്പോഴും വൃക്ഷത്തെ വളർത്തും. വളമില്ലാത്ത മണ്ണ് എപ്പോഴും വൃക്ഷത്തെ തളർത്തും. ലോകവ്യാപകമായി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഞാൻ കൈമാറുന്നു. നല്ലൊരു ആത്മീയനോട് കൂടെ കൂടിയാൽ അവൻ ആത്മീയതയിൽ വളർന്നു വരും. ദർശനമുള്ളവന്റെ കൂടെ കൂടിയാൽ അവൻ ദർശനമുള്ളവനായി മാറും. വെളിപ്പാടുള്ളവന്റെ കൂടെ കൂടിയാൽ അവൻ വെളിപ്പാടുള്ളവനായി മാറും. കൃപാവര പ്രാപ്തിയുള്ളവന്റെ കൂടെ കൂടിയാൽ അവൻ കൃപാവര പ്രാപ്തിയുള്ളവനായി മാറും. അവൻ ആത്മീയന്റെ കൂടെ കൂടിയാൽ അവൻ ആത്മീയനായി മാറും. നിങ്ങൾ നട്ടിരിക്കുന്ന ആത്മമണ്ഡലം എങ്ങനത്തെ മണ്ഡലമെന്ന് സഭ തിരിച്ചറിയണം. നമ്മളെ ഭൂമി ഫലം കായ്ക്കുന്നതിന് മുമ്പിൽ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, അതുപോലെ നമ്മൾ നിൽക്കുന്ന ഭൂമിക്കകത്ത് ഒരു സ്പിരിച്വൽ ക്ലൈമറ്റ് ഉണ്ട്. ആ സ്പിരിച്വൽ ക്ലൈമറ്റ് ആണ് നമ്മൾ എന്ന വൃക്ഷത്തെ വളർത്തുന്നതെന്ന് പറഞ്ഞാൽ എത്ര പേർ കൈകൾ ആടിച്ച കർത്താവിനെ ആത്മാവിൽ സ്തോത്രം ചെയ്യും. അവർ ഇന്ന് പകൽ കർത്താവിനെ സ്തുതിക്കട്ടെ. ചില നിമിഷങ്ങൾ ഒന്ന് 2 മിനിറ്റുകൾ എല്ലാവരും അന്യഭാഷകളിൽ ഒന്ന് സംസാരിക്കാമോ? സംസാരിച്ച് ചില നിമിഷങ്ങൾ ആത്മാവിൽ സംസാരിച്ച് താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനോട് ഈ ഉപവാസത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് കൈമാറുന്നു. നിങ്ങൾ ഒത്തിരി വിതയ്ക്കുന്നു, ഒത്തിരി കൊടുക്കുന്നു, ഒത്തിരി ചെയ്യുന്നു, ഒത്തിരി പ്രാർത്ഥിക്കുന്നു, ഒത്തിരി ഉപവസിക്കുന്നു, ഒരുപാട് അധ്വാനിക്കുന്നു. സഭാ ശുശ്രൂഷകന്മാർ, ഇടയന്മാർ, ഇതിനകത്ത് ധാരാളം ശുശ്രൂഷകന്മാരുണ്ടെന്ന് എനിക്കറിയാം. ശുശ്രൂഷകന്മാർ ഒത്തിരി അധ്വാനിക്കുന്നു, ഒത്തിരി പ്രാർത്ഥിക്കുന്നു, രാപ്പകൽ കഠിനമായി പ്രയാസപ്പെടുന്നു. പക്ഷെ നിങ്ങൾ നട്ടിരിക്കുന്ന ഭൂമിക്കകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഫലം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല, ഫലം കായ്ക്കാൻ കഴിഞ്ഞില്ല. അധ്വാനം അധികവും പ്രതിഫലം കുറവുമാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഭൂമി റൈറ്റ് പ്ലേസ് ആണോ എന്ന് ആദ്യം കണ്ടെത്തുക. നിങ്ങൾ നിൽക്കുന്നത് റൈറ്റ് പ്ലേസ് അല്ലെങ്കിൽ കമോൺ, വേഗത്തിൽ നിങ്ങൾ റൈറ്റ് പ്ലേസിലേക്ക് മൂവ് ആകണം. നിങ്ങൾ റൈറ്റ് പ്ലേസിനെ കണ്ടെത്തണം. റൈറ്റ് പ്ലേസിൽ എത്തുന്ന ഒരു വൃക്ഷത്തെ ആ ഭൂമി വളർത്തിയിരിക്കും. നിങ്ങൾ വളമണ്ണില നടപ്പെട്ടിരിക്കുന്നതെങ്കിൽ അവിടെ വൃക്ഷമേ നീ തളരത്തില്ല, അവിടെ നീ വളരുന്ന നാളുകളായിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഈ സീസൺ വളർത്തുന്ന സീസൺ ആകട്ടെ. ഞങ്ങൾ പാർക്കുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കി വാഗമണ്ണിലാണ് ഞങ്ങൾ പാർക്കുന്നത്. വാഗമണ്ണ് ഭയങ്കര തണുത്ത പ്രദേശമാണ്. ഞങ്ങളുടെ ഭൂമിയിൽ വന്ന് ഏലം നന്നായിട്ട് വരും. ഏലകൃഷി ഞങ്ങളുടെ ഭൂമിയിൽ നന്നായിട്ട് വരും. എവിടെ നട്ടാലും ഏലം വരും. കാരണം ഏലത്തിന് പറ്റിയ ക്ലൈമറ്റാണ് ഞങ്ങളുടെ ക്ലൈമറ്റ്.
പക്ഷെ അതേസമയം കോട്ടയത്തെ റബ്ബർ നന്നായിട്ട് വരും. കോട്ടയത്തിന് റബ്ബറിനെ പറ്റിയ ക്ലൈമറ്റാണ്. കോട്ടയത്തിലെ റബ്ബറിനെ പറിച്ചുകൊണ്ട് വാഗമണ്ണി കൊണ്ട് നട്ടാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? തണുത്ത ക്ലൈമറ്റിൽ ഒരുപക്ഷെ ചൂട് കണ്ടവൻ തണുപ്പ് കണ്ടപ്പോൾ വിത്തിരി തണുത്തടിക്കുന്ന പോലെ വളർന്നൊക്കെ വരും. പക്ഷേ ഇടുക്കിയിൽ അടിക്കുന്ന കാറ്റിൽ റബ്ബർ അഡ്രസ് ഇല്ലാതെ പോകും. പല കാറ്റും അടിച്ചപ്പം പലതും അഡ്രസ് ഇല്ലാതെ പോയി. കാരണം എന്തെന്നറിയാമോ? റൈറ്റ് പ്ലേസിലല്ല നിന്നെ നട്ടിരുന്നത്. റൈറ്റ് പ്ലേസിൽ നട്ടിരുന്നെങ്കിൽ ഏത് കാറ്റ് വന്നാലും ചെടി അതിനെ പ്രതിരോധിക്കും. ഏത് കാറ്റ് വന്നാലും അതിനെ ഫേസ് ചെയ്യും. ആമേൻ. ചിലത് ഫേസ് ചെയ്യാൻ കഴിയാത്തത് റൈറ്റ് പ്ലേസിലാണോ റോങ് പ്ലേസിലാണോ എന്ന് ആദ്യം കണ്ടെത്തണം. സ്തോത്രം. ആമേൻ. ഈ കോട്ടയത്തെ റബ്ബർ ഇടുക്കി കൊണ്ട് നട്ടാൽ ഇടുക്കിയിൽ ഫലമുണ്ടാകത്തില്ല. സോ ഇടുക്കിയിലെ ഏലത്തെ കൊണ്ട് കോട്ടയത്ത് നട്ടാൽ ഒരുപക്ഷെ തണലൊക്കെ കെട്ടി വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് സംരക്ഷിച്ചാൽ ഏലം വളരുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരിക്കലും ഏലം ഫലം കായ്ക്കത്തില്ല. ഏലത്തിന് ഫലം കായ്ക്കാൻ പറ്റുന്ന ക്ലൈമറ്റ് അല്ല, പറ്റുന്ന മണ്ണല്ല കോട്ടയത്തിലെ മണ്ണ്. കോട്ടയത്തിലെ മണ്ണിന് റബ്ബറിനെ വളർത്താൻ കഴിയത്തുള്ളൂ. ഇടുക്കിയിലെ മണ്ണിന് ഏലത്തെ വളർത്താൻ കഴിയത്തുള്ളൂ. കാരണം ഇടുക്കിയിലെ മണ്ണ് ഏലത്തെ വളർത്തുന്ന ക്ലൈമറ്റാണ്. കോട്ടയത്തിലെ മണ്ണ് റബ്ബറിനെ വളർത്തുന്ന ക്ലൈമറ്റാണ്. ആ റൈറ്റ് ക്ലൈമറ്റിൽ, ആ റൈറ്റ് ടൈമിൽ, റൈറ്റ് പ്ലേസിൽ ആ റൈറ്റ് മാൻ എത്തിയാൽ ആ ക്ലൈമറ്റ് അവനെ പൊക്കിയെടുക്കും. ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ കൈമാറുന്നു. നിങ്ങൾ നിൽക്കുന്ന സ്പിരിച്വൽ ക്ലൈമറ്റ്, നിങ്ങളെ വളർത്തുന്ന ആത്മീയ ക്ലൈമറ്റ് ആണെങ്കിൽ, നിങ്ങളെന്ന വ്യക്തി ഏത് ചർച്ച് കാലുകുത്തിയാലും, നിങ്ങളെന്ന ദൈവപുരുഷൻ ഏത് ഭൂമിയിൽ കൊണ്ട് നട്ടാലും നിങ്ങളുടെ ശുശ്രൂഷ വളരുമെന്ന് പറഞ്ഞാൽ എത്ര പേർ കൈകൾ അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യും? അവർ കർത്താവിനെ ഇന്ന് പകൽ ആരാധിക്കട്ടെ. സോ നോ യുവർ പ്ലേസ്. നിങ്ങളുടെ സ്ഥാനങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ സ്ഥലങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ കഠിനമായി അധ്വാനിക്കുന്നുണ്ട്, നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ഒത്തിരി വിതയ്ക്കുന്നുണ്ട്. പക്ഷെ കാലങ്ങളായി നിങ്ങൾക്ക് കൊയ്യാൻ കഴിഞ്ഞില്ല. കൊയ്യാൻ കഴിയാത്തത് നിങ്ങൾ നട്ടിരിക്കുന്ന ഭൂമി നിങ്ങളെ ഫലവത്താക്കുന്നില്ല. ഫലമില്ലാത്തത് കൊണ്ട് നിനക്ക് ഫലം കായ്ക്കാൻ, ഭൂമിയുടെ മണ്ണ് വളമില്ലാത്തത് കൊണ്ട് ഫലം കായ്ക്കാൻ കഴിയാത്തതെങ്കിൽ റൈറ്റ് പ്ലേസിൽ എത്തി നിൽക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അത് നിന്നെ വളർത്തുന്ന ഭൂമിയായിരിക്കും. ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ 25 വർഷം, ഞാൻ 19ാമത്തെ വയസ്സിലാണ് സഭാ ശുശ്രൂഷ തുടങ്ങുന്നത്. എൻ്റെ 19ാമത്തെ വയസ്സിൽ നിന്ന് 10 ദൈവസഭകൾ ഒന്നുമില്ലായ്മയിൽ പോയി സ്റ്റാർട്ട് ചെയ്യാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. ഇപ്പം 10ാമത്തെ ചർച്ചാണ്. വിഭാഗം കഴിയുന്നതിന് മുമ്പേ 7 ചർച്ചുകൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. വിഭാഗം കഴിഞ്ഞ ശേഷം 3 ചർച്ച്. ഞാൻ ബാച്ചിലറായിട്ടിരിക്കുമ്പോഴാണ് സഭാ ശുശ്രൂഷ ഞാൻ തുടങ്ങുന്നത്. എൻ്റെ സഭാ ശുശ്രൂഷയിൽ ഞാൻ കണ്ടൊരു ഭാഗമാണ്, ഒരു അഭിഷക്തൻ റൈറ്റ് പ്ലേസിൽ എത്തിയാൽ അവൻ ഭയങ്കരമായി വളർന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങൾ വല്ലാണ്ട് നമ്മളെ അടിച്ചമർത്തുന്നതും വല്ലാണ്ട് തളർത്തുന്നതും ഇല്ലാതെയാക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അവയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒന്നാണ് സ്പിരിച്വൽ ക്ലൈമറ്റ്. സോ സ്പിരിച്വൽ ക്ലൈമറ്റ് ബെറ്റർ ആണെങ്കിൽ നമ്മൾ എവിടെ കാലുകുത്തിയാലും അവിടെ വളർച്ചയുണ്ടാകും. സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ പ്രത്യേക സ്ഥാനങ്ങളെ കണ്ടെത്തണം. ഞാൻ പ്രവചനാത്മാവിൽ തന്നെയാ, പരിശുദ്ധാത്മാവിൽ സഭയോടും ലോകവ്യാപകമായി നിൽക്കുന്ന ദൈവമക്കളോടും അഭിഷക്തന്മാരോടും ഞാൻ ആത്മാവിൽ കൈമാറുന്നത് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ, ഉപവസിക്കാൻ ലോകത്തിൻ്റെ പല ഭാഗത്തിൽ നിന്നും ദേശത്തിൻ്റെ പല ഭാഗത്തിൽ നിന്നും ഈ അവസാനത്തെ നാളുകളിൽ ദൈവശബ്ദം കേൾക്കാൻ ഉപവാസത്തോടെ ഇതിനകത്തിരിക്കുന്നവരും ഓൺലൈനിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരോടും പരിശുദ്ധാത്മാവിൽ കൈമാറുന്നു. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് റൈറ്റ് പ്ലേസ് ആണോ എന്ന് വിവേചിക്കണം. റൈറ്റ് പ്ലേസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഫലം കണ്ടിരിക്കും. ഉൽപ്പത്തി പുസ്തകം 26ാമത്തെ അധ്യായം വായിച്ചാൽ അബ്രഹാമിൻ്റെ കാലത്തുണ്ടായതുപോലെ ഒരു ക്ഷാമം ഇസഹാക്കിൻ്റെ കാലത്തും ഉണ്ടായി. യഹോവ ഇസഹാക്കിനോട് പറഞ്ഞു, നീ ഈ ദേശം വിട്ട് പോകരുത്, നിന്റെ പിതാവായ അബ്രഹാം ചെയ്ത തെറ്റ് നീ ചെയ്യരുത്. ക്ഷാമം കണ്ട് നീ എങ്ങോട്ടും മാറരുത്, നീ ഇവിടെ തന്നെ നിൽക്കണം. ഇസഹാക്ക് ആ ദേശത്തിൽ പാർത്തു. ഇന്ന് പകലും ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് കൈമാറുന്നു. നിന്നെ നട്ട ഭൂമിക്കകത്ത് നിന്നാൽ നീ ഫലവത്തായ വൃക്ഷമായി മാറുമെന്ന് പറഞ്ഞാൽ കൈകൾ അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാൻ കഴിവുള്ളവർ സ്തോത്രം ചെയ്യട്ടെ. ദൈവം നിങ്ങളെ നട്ട ഭൂമിക്കകത്ത് നിൽക്കണം. അവിടെ ഇവിടെയും ചാടി നടക്കരുത്, ഓടി നടക്കരുത്. അവിടെ അഭിഷേകമുണ്ട്, ഇവിടെ അഭിഷേകമുണ്ട്, അവിടെ പ്രവചനമുണ്ട്, ഇവിടെ പ്രവചനമുണ്ട്, അവിടെ കൃപാവരങ്ങളുണ്ട്, അവിടെ വചനമുണ്ട്. ഇങ്ങനെ ഓടി നടക്കരുത്. ദൈവം നിങ്ങളെ കണ്ടെത്തിയ റൈറ്റ് പ്ലേസിനെ കണ്ടെത്തണം. നട്ട ഭൂമിക്കകത്ത് ഉറച്ചു നിൽക്കണം. നട്ട ഭൂമിക്കകത്ത് ദൈവം കൈമാറിയ സ്ഥാനത്ത് നിന്നാൽ നിന്നെ വളർത്തുന്നവൻ ദൈവമായിരിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറയും കർത്താവിന്?
നിങ്ങൾ അതിനെ കണ്ടെത്തുക. സഖാക്കിനോട് കർത്താവ് പറഞ്ഞു, നീ ദേശം വിട്ട് പോകരുത്, ക്ഷാമം കണ്ട് നീ ഓടരുത്, നീ ഇവിടെ നിൽക്കണം. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിക്ക് ദേശത്തെ കൈമാറും. ഈ പകൽ ആരോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, എങ്ങോട്ട് ചലിക്കണം, എന്ത് ചെയ്യണം, എവിടെ പോകണം എന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്ന ആരോടോ ദൈവത്തിൻ്റെ ആത്മാവ് കൈമാറുന്നു. ദൈവം നിന്നെ നട്ട ഭൂമിക്കകത്ത് തന്നെ നിൽക്കണം. ക്ഷാമം വരും, നിന്ദകൾ വരും, അപമാനങ്ങൾ വരും, തകർച്ചകൾ വരും, ഒറ്റപ്പെടലുകൾ വരും, കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരും. മാറ്റി നിർത്തും. നിന്റെ ദർശനത്തെ ചോദ്യം ചെയ്യും, നിന്റെ അഭിഷേകത്തെ ചോദ്യം ചെയ്യും, നിന്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യും, നിന്റെ അനുഗ്രഹത്തെ ചോദ്യം ചെയ്യും. പക്ഷെ കൃപയുള്ളവനെ, കൃപയുള്ളവളെ പരിശുദ്ധാത്മാ പ്രവചിക്കുന്നു, നീ ചലിക്കരുത്, ചലിക്കരുത്. നിന്നയെ കണ്ട് നീ മാറരുത്, അപമാനത്തെ കണ്ട് മാറരുത്, ഒറ്റപ്പെടലെ കണ്ട് മാറരുത്, കുറ്റപ്പെടുത്തലെ കേട്ട് മാറരുത്. നിന്നെ നട്ടത് ദൈവമാണെങ്കിൽ ദൈവം നിന്നെ വളർത്തും, ദൈവം നിന്നെ വളർത്തും. ഈ പകൽ സഭയോട് ഞാൻ പ്രവചിക്കുന്നു, അഭിഷക്തനെ, ഇത് നിന്റെ വളർച്ചയുടെ സീസണാ. ദൈവം നിന്നെ വളർത്തുന്ന സമയമാ. ആത്മാവിൽ വളർച്ചയെ സ്വീകരിക്കാൻ കഴിവുള്ളവർ ഇന്ന് പകൽ സ്വീകരിക്കുക. I prophesy now. തൊടുന്നു, 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 തൊടുന്നു. ആരോട് പ്രവചിക്കുന്നു, ആരോടൊക്കെ പരിശുദ്ധാത്മാ പ്രവചിക്കുന്നു. നിന്നെ പറിച്ചു കളയാൻ പിശാച് വെല്ലുവിളി ഉയർത്തി നിൽക്കുന്നു, നിന്നെ തകർക്കാൻ പിശാച് വെല്ലുവിളി ഉയർത്തി നിൽക്കുന്നു. നിന്നെ നട്ട ഭൂമിക്കകത്ത് നിന്നെ വളർത്തത്തില്ലെന്ന് പിശാച് വെല്ലുവിളി ഉയർത്തി നിൽക്കുന്നു. ഞാൻ പറയും, പറിക്കാൻ ശ്രമിക്കുന്നത് പറയും, പക്ഷെ ദൈവമാണ് നിന്നെ നട്ടതെങ്കിൽ നീ വളരുക തന്നെ. വളരും, വളരും. നിങ്ങൾ നിങ്ങളോട് പറ, ഞാൻ വളരും. പറ, ഞാൻ വളരും. പറ, എൻ്റെ സഭ വളരും, എൻ്റെ ശുശ്രൂഷകൾ വളരും, എൻ്റെ കൃപാവരം വളരും, എൻ്റെ ആത്മീയ ജീവിതം വളരും, വളരും. പറ, പറ. ദർശനമുള്ളവൻ എതിരുകളുണ്ടാകും, വിളിയുള്ളവൻ എതിരുകളുണ്ടാകും, ശുശ്രൂഷയുള്ളവൻ എതിരുകളുണ്ടാകും, വെളിപ്പാടുള്ളവൻ എതിരുകളുണ്ടാകും. പക്ഷെ ഞാൻ പറയും, ദൈവമാ നട്ടതെങ്കിൽ, ദൈവമാ നട്ടതെങ്കിൽ ഞാൻ ആത്മാവിൽ കൈമാറുന്നു. ദൈവം നിന്നെ വളർത്തും. നീ വളർച്ച തേടി ഓടരുത്. നമ്മെ പ്രലോഭിപ്പിക്കാൻ പലരും കാണും. നമ്മളെ നട്ടഭൂമിക്കകത്ത് നിന്ന് പറിച്ചു കളയാൻ, നമ്മെ ആക്കിത്തീർത്ത സ്ഥാനത്ത് നിന്ന് പറിച്ചു കളയാൻ, നമ്മളെന്ന വ്യക്തിയെ, നമ്മളെന്ന വൃക്ഷത്തെ അവിടെ ഉറപ്പിക്കാതിരിക്കാൻ നമ്മെ പ്രലോഭിപ്പിക്കാൻ പലതും കാണും. പക്ഷെ പ്രലോഭനങ്ങൾക്ക് നിങ്ങൾ വീഴരുത്, പ്രലോഭനങ്ങൾക്ക് നിങ്ങൾ വഴങ്ങരുത്. നിങ്ങളെ നട്ട ഭൂമിക്കകത്ത് നിങ്ങൾ ഫലവത്തായ വൃക്ഷമാണോ എന്ന് കണ്ടെത്തുക. നീ ഫലവത്തായ വൃക്ഷത്തെ യജമാനനാണ് ഭൂമിയിൽ നട്ടതെങ്കിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കും, നിന്നെ നട്ട യജമാനൻ നിന്നെ തളർത്തത്തില്ല, നിന്നെ വളർത്തുക തന്നെ ചെയ്യും. സഭയോടും അഭിഷക്തന്മാരോടും ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്റെ വളർച്ചയുടെ സീസണേ. സഖാക്കിനെ ദൈവം അവിടെ പാർക്കാൻ പറഞ്ഞു. സഖാക്ക് അവിടെ പാർത്തു. എങ്ങോട്ടും ചലിച്ചില്ല. ദേശത്തിൽ കടുത്ത ക്ഷാമമാണ്. ആമേൻ. ഗെറാറിന്റെ ജിയോഗ്രഫിക്കൽ എടുത്ത് പഠിച്ചാൽ പാറക്കുട്ടങ്ങൾ കൊണ്ട് നിറയപ്പെട്ട സ്ഥലമാണ്. ഫലമില്ലാത്ത ഭൂമിയാ, ഫലവത്തില്ലാത്ത ഭൂമിയാ. അവിടെ വൃക്ഷ ഫലമൊന്നും ആമേൻ അത്രയും പെട്ടെന്ന് കൊയ്തെടുക്കാൻ പറ്റത്തില്ല. മറ്റാരൊക്കെയോ അവകാശം പറഞ്ഞു വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് അഭിഷക്തനെ കർത്താവ് ഉറപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറയുന്ന ദൂത്, നീ ഇവിടെ നിൽക്കണം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതിക്ക് നിന്നെ ദേശം കൈമാറുകയും ചെയ്യും. ആത്മാവിനോട് കൈമാറുന്നു. നിങ്ങളെ നട്ടഭൂമിക്കകത്ത് നിന്നാൽ കർത്താവിനോട് പറയുന്നു, ഞാൻ നിന്നെ ആദ്യം അനുഗ്രഹിക്കും, 2 നിന്റെ സന്തതിക്ക് ദേശം കൈമാറുകയും ചെയ്യും. സ്തോത്രം. ആമേൻ. ഇസഹാക്ക് അവിടെ പാർത്തു. സാധ്യതകളൊന്നുമില്ല, കടുത്ത ക്ഷാമം. പക്ഷെ നിങ്ങൾക്കറിയണോ, ഇസഹാക്ക് വിതച്ചു 100 മേനി കൊയ്തു. ഇസഹാക്ക് വിതച്ചു 100 മേനി കൊയ്തു. ദൈവം പറഞ്ഞിട്ടല്ലേ നിന്നത്, ദൈവം പറഞ്ഞിട്ടല്ലേ ഉറപ്പിച്ചത്. സോ ദൈവം പറഞ്ഞിട്ടാ നിന്നതെങ്കിൽ ആമേൻ, നീ 100 മേനി ഫലം കായ്ക്കുക തന്നെ, ഫലം കായ്ക്കുക തന്നെ, ഫലം കായ്ക്കുക തന്നെ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്ന നിന്നിലെ പ്രവാചകൻ പുറത്തു വരും, നിന്നിലെ പ്രവാചകൻ പുറത്തു വരും, നിന്നിലെ ശുശ്രൂഷകൻ പുറത്തു വരും, നിന്നിലെ ശുശ്രൂഷക പുറത്തു വരും, നിന്നിലെ ദർശന പുരുഷൻ പുറത്തു വരും. നിങ്ങളെന്ന വ്യക്തിത്വത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന ആത്മീയൻ പുറത്തു വരിക തന്നെ ചെയ്യും. ഒരു ശക്തിക്കും അതിനെ തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. സഭയോട് ഞാൻ പ്രവചിക്കുന്നു, പ്രവാചക നീ പുറത്തു വരുന്ന സീസണ. പ്രവാചക
പ്രവാചകൻ പുറത്തു വരുന്ന സീസണാ. പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു, നീ ഉറച്ചു നിൽക്കുക, ഉറച്ചു നിൽക്കുക. നിന്റെ വിതയ്ക്ക്, നിന്റെ അധ്വാനത്തിന് ഫലം കാണുന്ന സീസണാ ഈ സീസൺ എന്ന് പറഞ്ഞാൽ. വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ആരൊക്കെയോ ഇതിനകത്ത് ചോദ്യത്തോടെ ഇരിപ്പുണ്ട്, എൻ്റെ അധ്വാനത്തിന് ഫലമില്ലല്ലോ, എൻ്റെ പ്രയാസത്തിന് ഫലമില്ലല്ലോ, ഇത്ര വിശ്വസിച്ച്, ഇത്ര സ്നേഹിച്ച്, ഇത്ര ആത്മാർത്ഥതയോടെ നിന്നു, പക്ഷെ എനിക്ക് കഴിയുന്നില്ലല്ലോ. നിങ്ങളോട് മാത്രം നിങ്ങളുടെ തല തൊട്ടിട്ട് കർത്താവ് പറയുന്ന പ്രവചന ദൂത, നിന്റെ നിൽപ്പിന് ഫലമുണ്ട്. ദൈവം പറഞ്ഞിട്ടാ നിൽക്കുന്നതെങ്കിൽ 100 മേനി പ്രാപിക്കുക. നിങ്ങളുടെ അടുത്തുള്ളവരെ നിങ്ങൾ നോക്കണ്ട. ഇത് നിങ്ങളോടുള്ള ദൂതാണെങ്കിൽ, ഇത് ആത്മാവ് നിങ്ങളോട് കൈമാറുന്ന ദൈവശബ്ദമാണെങ്കിൽ, വീണ്ടും ഞാൻ ആത്മാവിൽ കൈമാറുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കരം നിങ്ങളുടെ മേൽ പതിയുന്നു. നിങ്ങളുടെ തലയെ തൊട്ടിട്ട് ആത്മാവ് പ്രവചിക്കുന്ന പ്രവചന ദൂത ദൈവ നട്ട ഭൂമിക്കകത്താണ് നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്ന ദൈവ വൃക്ഷത്തെ നോക്കി ആത്മാവ് കൈമാറുന്നു. ദൈവ മനുഷ്യനെ, ദൈവ പൈതലേ, നീ 100 മേനി ഫലം കായ്ക്കും. രണ്ടാമത്തെ ദൂത്, സാധ്യതയില്ലാത്ത ഭൂമിക്കകത്ത് 100 മേനി കൊയ്ത്ത്. സോ ദൈവം പറഞ്ഞിട്ട് നിന്നാൽ ഉറപ്പാട്ടും കൊയ്ത്ത് ഉറപ്പാട്ടും. ഹല്ലേലൂയ. ആരൊക്കെയോ വിചാരിക്കുക, ഈ ദേശം വിട്ട് പോയാൽ എന്താ, ഈ ശുശ്രൂഷകൾ വിട്ട് പോയാൽ എന്താ, ഈ സഭ വിട്ട് പോയാൽ എന്താ, ഈ കൂട്ടായ്മ വിട്ട് മാറിയാൽ എന്താ, കുറേ കാലമായില്ലേ, ഒന്നും കാണാനൊന്നും പറ്റുന്നില്ലല്ലോ, ഒന്നും കാണാനൊന്നും കഴിയുന്നില്ലല്ലോ, ഒരു ബൗണ്ടറി വിട്ട് അങ്ങോട്ട് മാറിപ്പോകാനും കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയാലോ, ചലിച്ചാലോ, ഒരു ഡിസിഷൻ എടുത്താലോ, കുറേ കാലം നിന്നിട്ട് അവിടെ ഒന്നും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. ഐ പ്രൊഫസൈ നൗ. ആരൊക്കെയോ അങ്ങനെ വിചാരിക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. കുറേ കാലങ്ങളായി ഒരു ബൗണ്ടറിക്കകത്ത്, ഒരു പരിധിക്ക് മേൽ എനിക്ക് പൊങ്ങി വരാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് ഉയരാൻ കഴിയുന്നില്ലല്ലോ, നന്മ അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ. എന്നെക്കാൾ ശുശ്രൂഷികളവർ, എൻ്റെ പിന്നിൽ വന്നവർ, ശുശ്രൂഷികളും കൃപാവരങ്ങളുള്ളവരെല്ലാം എവിടേക്കോ ഉയർന്നു പോയി. അവരെക്കാൾ കൃപയും അഭിഷേകം ശുശ്രൂഷയൊക്കെ ഇരുന്നിട്ടും എനിക്കൊരു പരിധിക്ക് മേൽ പൊങ്ങി വരാൻ കഴിഞ്ഞില്ലല്ലോ. എന്തിനാ ആ ദേശത്ത് കിടന്ന് വെറുതെ സ്ട്രഗിൾ ചെയ്യുന്നത്? എന്തിനാ ഈ സഭയ്ക്കകത്ത് കിടന്ന് വളരെ സ്ട്രഗിൾ ചെയ്യുന്നത്? നമുക്ക് മറ്റെങ്കിലും ഒരു മേഖല കണ്ടെത്തിയാലോ? ഇങ്ങനെയൊക്കെ ആലോചിക്കുന്ന ആരോടൊക്കെയുള്ള ദൈവത്തിൻ്റെ ദൂതാകട്ടോ, അതിൻ്റെ ബൗണ്ടറിയെ കർത്താവ് പൊട്ടിക്കും. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ആത്മാവ് പറഞ്ഞാൽ നിൽക്കണം. ദൈവം പറഞ്ഞിട്ടാണെങ്കിൽ നിൽക്കണം. നിങ്ങളായിട്ടൊരു ഡിസിഷൻ എടുക്കരുത്. നിന്റെ സോളിൽ ഒരു തീരുമാനം എടുക്കരുത്. ഹോളി സ്പിരിറ്റിന്റെ നിയന്ത്രണത്തിൽ നിൽക്കണം. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, റൈറ്റ് പ്ലേസിലാണ് നീ നടപ്പെട്ടതെങ്കിൽ ഒരു ക്ലൈമറ്റും നിന്റെ നന്മയെ പൂട്ടാൻ കഴിയത്തില്ല. നിങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു സ്പിരിച്വൽ ക്ലൈമറ്റ് ഉണ്ട്. ആ ക്ലൈമറ്റ് നിങ്ങളെ വളർത്തുക തന്നെ ചെയ്യും. ആരോട്? പരിശുദ്ധാത്മാവ് ഈ പകൽ പ്രവചിക്കുക. ഒരുപാട് വേദനയോടെ, മനസ്സുരുകി, കണ്ണുനീരോടെ, ദുഃഖത്തോടെ, ഒത്തിരി ഇറിറ്റേറ്റ് ചെയ്ത് ആരൊക്കെയോ ഇരിപ്പുണ്ട്. എന്നെ ആരൊക്കെയോ കേൾക്കുന്നുണ്ട് ഓൺലൈനിലും. അവരോടുള്ള ദൈവത്തിൻ്റെ ദൂത ഞാൻ പരിശുദ്ധാത്മാവിൽ കൈമാറുന്ന സാധ്യതകളില്ലെന്ന് പറഞ്ഞ് നീ മനസ്സ് പതറരുത്. സാധ്യതയില്ലാത്ത ഭൂമിക്കകത്ത് ഇസഹാക്ക് കൊയ്ത്ത് കണ്ടത്. ദൈവം പറഞ്ഞിട്ടാ നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നട്ടവൻ നിന്നെ വളർത്താതിരിക്കത്തില്ല. നട്ടവൻ ഉറപ്പായിട്ടും വളർത്തിയിരിക്കും. ആത്മാവിനോട് കൈമാറാൻ പറയുന്നു. സഭയുടെ വളർച്ചയുടെ സീസണാ. നിങ്ങളെന്ന ദൈവമനുഷ്യൻ ശുശ്രൂഷിക്കുന്ന ആ ദേശത്തിന്റെ ശുശ്രൂഷയുടെ ഉയർച്ചയുടെ ദിവസമാ. പൊട്ടിപ്പോളിഷായി തകർന്നു പോയ നിങ്ങളുടെ സഭയുടെ റിസ്റ്റോറേഷന്റെ പീരീഡ്. കളയ ദൈവം പറിച്ചു കളയും, പക്ഷെ വൃക്ഷം വളരുക തന്നെ ചെയ്യും. ചില കള മാറുന്നത് വൃക്ഷം തോട്ടം കാലിയാകുമെന്ന കള മാറുന്നത് ചെടി വളരാൻ വേണ്ടിയാ, മണി വളരാൻ വേണ്ടിയാ. ഞാൻ ആത്മാവിൽ കൈമാറുന്നു മണികളുടെ വളർച്ചയുടെ സീസൺ.
കർത്താവിനോട് അത്ര ഷാർപ്പായി പറയാൻ പറയുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ ഫൈനൽ ഡേ ആയി. പക്ഷെ എവിടേക്കോ മനസ്സുകൊണ്ട് ഉടഞ്ഞ പലത് ഇതിനകത്തിരിപ്പുണ്ട്. മനസ്സുകൊണ്ട് ഉടഞ്ഞ പലരും ഇതിനകത്തിരിപ്പുണ്ട്. നിങ്ങളോടുള്ള ദൈവത്തിന്റെ ശബ്ദമാണ്. നിങ്ങൾ കൈയടിക്കുന്നുണ്ട് ശരിയാ, ആരാധിക്കുന്നുണ്ട് ശരിയാ, സ്തോത്രം പറയുന്നുണ്ട് ശരിയാ, ചിരിക്കുന്നുണ്ട് ശരിയാ, സന്തോഷിക്കുന്നുണ്ട് ശരിയാ, ആമേൻ, നന്നായി അഭിഷേകത്തിൽ നിറയുന്നുണ്ട് ശരിയാ, നല്ല മെസ്സേജ്, നല്ല ദൂത്, നല്ല ആഹ്ലാദം എല്ലാം ശരിയാ. പക്ഷെ നിന്റെ ഉള്ളിൽ ഉണങ്ങാത്തൊരു മുറിവ് ചുമന്ന് ആരൊക്കെയോ ഇതിനകത്തിരിപ്പുണ്ട്. ഞാൻ ചിലതിനെ ചൂണ്ടിക്കാണിച്ച് പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ആസ് എ പ്രോഫറ്റ് ഐ പ്രൊഫസൈ നൗ. നിന്നെ മുറിവുണക്കുന്നവൻ, നിന്നെ സൗഖ്യമാക്കുന്നവൻ, നിന്നെ വിടിവിക്കുന്നവൻ, നട്ട തോട്ടത്തിൽ നിന്നെ ഉയർത്തുന്നവൻ, നട്ട ഭൂമിക്കകത്ത് നിന്നെ വളർത്തുന്നവൻ, നടപ്പെട്ട ഭൂമിക്കകത്ത് ഫലവത്തായ വൃക്ഷമാക്കുന്നവൻ, യജമാനന് നിന്നെ അനുഗ്രഹമാക്കി മാറ്റുന്നവൻ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേര് ആത്മാവിൽ ആമേൻ പറയും? അവർ ശക്തിയോടെ കൈകൾ അടിച്ച് കർത്താവിനെ ഇന്ന് പകൽ സ്തോത്രം ചെയ്യട്ടെ, സ്തോത്രം ചെയ്യട്ടെ. ഇസഹാക്കേ, ക്ഷാമം കണ്ട് ഓടരുത് കുഞ്ഞെ, ഓടരുത്, ഓടരുത്. ഇവിടെ നിൽക്കുന്ന ഇസഹാക്കുമാരെ വേണം. യേശുവിന്റെ നാമത്തിൽ പ്രലോഭനങ്ങളെ നീ വഴങ്ങരുത്, നിന്നയ്ക്ക് നീ കീഴ്പ്പെടരുത്, അപമാനങ്ങൾക്ക് നീ കീഴ്പ്പെടരുത്. നിന്റെ ശുശ്രൂഷയും അഭിഷേകത്തെയും ചോദ്യം ചെയ്യുന്നവരെ കണ്ട് നീ ഭയപ്പെടരുത്. ഉറപ്പും ധൈര്യമായിട്ട് നിൽക്ക്. നിന്നെ വിളിച്ചവൻ സർവശക്തനാണെങ്കിൽ നീ വളരുക തന്നെ ചെയ്യും. 2, ആമേൻ, പിതാക്കന്മാരുടെ കാലത്ത് കുടിച്ച കുഴികളെല്ലാം ഫെലിസ്ത്യർ നിരത്തിക്കളഞ്ഞു, മുഴുവൻ കുഴികൾ മൂടിക്കളഞ്ഞു. ആമേൻ, ആ കുഴികളൊക്കെ തിരിച്ചു കുടിച്ച് ഇസഹാക്ക്. അവിടെയെല്ലാം ഉറവകൾ പൊങ്ങി വന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ കഴിഞ്ഞ ഒരു സീസണിൽ ഈ പട്ടണത്തിൽ കുഴിച്ച പല കുഴികളെയും എവിടേക്കോ ചിലത് മൂടിക്കളഞ്ഞു, എവിടേക്കോ ചിലത് നിർത്തിക്കളഞ്ഞു. അഭിഷേകത്തെ ചോദ്യം ചെയ്ത്, ശുശ്രൂഷകളെ ചോദ്യം ചെയ്ത്, കൃപാവരങ്ങളെ ചോദ്യം ചെയ്ത്, ആത്മീയതയെ ചോദ്യം ചെയ്ത്, നേതൃത്വങ്ങളെ ചോദ്യം ചെയ്ത്, ആമേൻ, സഭയെ ചോദ്യം ചെയ്ത്, ആമേൻ, പലതിനെയും ചോദ്യം ചെയ്ത് തുറന്ന ഉറവകളെ മുഴുവനെയും ആമേൻ എവിടേക്കോ ചിലത് അടച്ചു കളഞ്ഞു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഫ്രീഡത്തോടെ ചലിക്കാൻ കഴിയുന്നില്ല, പരിശുദ്ധാത്മാവിനെ ഫ്രീഡത്തോടെ സംസാരിക്കാൻ പറ്റുന്നില്ല, പരിശുദ്ധാത്മാവിനെ ഫ്രീഡത്തോടെ ദൈവസഭയ്ക്കകത്ത് ഇറങ്ങി ചിലത് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ഫ്രീഡത്തിന് ആമേൻ ചിലതിനെ തിരിച്ചു കുടിക്കാൻ അഭിഷേകവും കൃപാവരവുമുള്ള ചില ഇസഹാക്കുമാർ ഇതിനകത്തിരുന്ന് എഴുന്നേൽക്കട്ടെ. അതിനു വേണ്ടിയാ നിന്നെ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. നീ കുഴിക്കണം, നീ കുഴിക്കണം. ആരും കുഴിച്ചില്ലെങ്കിലും നീ കുഴിക്കണം. നീ കുഴിച്ചാൽ വെള്ളം പൊങ്ങി വരും, പൊങ്ങി വരും, പൊങ്ങി വരും. ഇസഹാക്കേ, അത് നിനക്ക് കഴിയത്തുള്ളൂ. ചിലതിനെ കുഴിക്കുക. കരങ്ങൾ അടിച്ച് ചിലതിനെ ആരാധിച്ച് പൊട്ടിച്ച് കുറെ നാളുകളായി അഭിഷേകത്തെ ഏതൊക്കെയോ കെടുത്തിക്കളഞ്ഞു, ആത്മീയ തീ അതൊക്കെ കെടുത്തിക്കളഞ്ഞു, പ്രാർത്ഥന ജീവിതത്തെ കെടുത്തിക്കളഞ്ഞു, ദർശനത്തെ കെടുത്തിക്കളഞ്ഞു, വിമർശിച്ചും കുറ്റം പറഞ്ഞു. ആമേൻ, നിന്റെ കൃപാവരത്തെ, നിന്റെ ശുശ്രൂഷയെ എവിടൊക്കെയോ ലോക്കിട്ട് യേശുവിന്റെ നാമത്തിൽ ബേഥേലിൽ ഞാൻ അതിനെ പൊട്ടിക്കുന്നു. ആദ്യ അനുഭവം പൊങ്ങി വരട്ടെ. പിടിക്ക് സഭയെ, പിടിക്ക്, പിടിക്ക്, പിടിക്ക്. ലോകത്തെ തൊടുന്ന പ്രോഫറ്റ്, ലോകത്തെ തൊടുന്ന പ്രോഫറ്റസ്, ലോകത്തെ തൊടുന്ന ഹീലേഴ്സ്, ഡെലിവറേഴ്സ് ബേഥേലിൽ നിന്ന് വീണ്ടും നോക്കിയിരിക്കരുത്, നോക്കിയിരിക്കരുത്, നോക്കിയിരിക്കരുത്. This is the time of viewers. This is the time of a shifting. This is the time of a deliverance. Come back, church. പൊളിക്കാതിനെ. നിങ്ങളെന്ന അഭിഷക്തൻ, നിങ്ങളെന്ന ദൈവവൈതൽ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല, ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല. എവിടെയോ നിന്റെ പ്രാർത്ഥനയെ കെടുത്തി, നിന്റെ അഭിഷേകത്തെ കെടുത്തി, നിന്റെ ആരാധനയെ കെടുത്തി. ഇന്ന് നിന്നെ ഒരു സ്റ്റാച്ചു ആക്കി വെച്ചിരിക്കുവല്ലേ? പൊട്ടിക്കാതിനെ. You are not an ordinary person. You are an extraordinary person. പൊളിയട്ടെ, പൊളിയട്ടെ, ചിലത് പൊളിയട്ടെ, ചിലത് പൊളിയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അകത്തെ മനുഷ്യനെ നിരാശപ്പെടുത്തിയ, അകത്തെ മനുഷ്യനെ ഒതുക്കിയ, അകത്തെ ദർശന പുരുഷനെ കെടുത്തിയ, ആത്മമനുഷ്യനെ ഉറക്കിക്കിടത്തിയ സകല ബൗണ്ടറികളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകരം പൊട്ടിക്കുന്നു. ആത്മാവിൽ തീ കൊളുത്തട്ടെ.
ആത്മ മനുഷ്യൻ ഉണരട്ടെ. ബദലേ നിന്നിലെ ശുശ്രൂഷ പൊങ്ങി വരും, നിന്നിലെ ശുശ്രൂഷ പൊങ്ങി വരും. ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും നിന്നിൽ വെളിപ്പെട്ട ദൈവപ്രവൃത്തിയെ തടയാൻ കഴിയത്തില്ല. കം ബാക്ക്. പ്രാർത്ഥനയ്ക്ക് പരിമിതി, ശുശ്രൂഷകൾക്ക് പരിമിതി, ആരാധനയ്ക്ക് പരിമിതി, കൃപാവരങ്ങൾക്ക് പരിമിതി, പ്രവചനത്തിന് പരിമിതി, എല്ലാവറ്റിനും പരിമിതി. സ്തോത്രം. ഞാൻ പറയും, നിങ്ങൾ പറയുന്ന പോലെ ചലിക്കാനാണെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവ് എന്തിനാ? പരിശുദ്ധാത്മാവ് ചലിക്കുന്ന പോലെ ചലിക്കാനാണ് സഭ. പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്ന പോലെ നിൽക്കാനാണ് അഭിഷക്തൻ. ബൗണ്ടറിയെ തീരുമാനിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, സഭയല്ല ബൗണ്ടറിയെ തീരുമാനിക്കുന്നത്. അവൻ തലയാണ് തീരുമാനിക്കുന്നത് ശരീരം എങ്ങോട്ട് ചലിക്കണമെന്ന്. ശരീരമല്ല തീരുമാനിക്കുന്നത് തല എന്ത് ചിന്തിക്കണമെന്ന്. അവൻ തലയുടെ ചിന്തയ്ക്കനുസരിച്ച് ചലിക്കുന്ന സഭയായി നിൽക്കാൻ ബഥേലൊരു കാലഘട്ടത്തിൽ പൊങ്ങി വന്ന ആത്മീയ ഉണർവിനെ എവിടേക്കോ ചിലത് പൂട്ടിയെങ്കിൽ, തടഞ്ഞെങ്കിൽ, ഞാൻ ഇന്ന് പകൽ കർത്താവിൻ്റെ അഭിഷക്തൻ ദൈവം എനിക്ക് നൽകി തന്ന ആത്മീയ അധികാരത്തിൽ ചിലതിനെ ഇന്ന് പകൽ ഞാൻ പൊട്ടിക്കുന്നു. ഈ അന്തരീക്ഷത്തിനകത്ത് ചിലത് പൊങ്ങി വരും, ചിലത് പൊങ്ങി വരും, പൊങ്ങി വരും. യേശുവിന്റെ കത്തട്ടെ, തീ വീഴട്ടെ, തീ വീഴട്ടെ, തീ വീഴട്ടെ. നിന്നെ വിളിച്ചത് ദൈവമാണ്, നിന്നെ വിളിച്ചത് പരിശുദ്ധാത്മാവാണ്. നിന്നെ വിളിച്ചവനും ശുശ്രൂഷ ഏൽപ്പിച്ചവനും ദൗത്യം ഏൽപ്പിച്ചവനും ഉയരമാണെങ്കിൽ നീ വളരും, 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 വളരും. കുഴിച്ചതിനെ, പിശാച് മൂടിയതിനെ കുഴിക്കണം. ബാംഗ്ലൂരിലെ തെക്കും വടക്കം നടക്കണം, ബാംഗ്ലൂരിലെ തെക്കും വടക്കം നടക്കണം. പട്ടണങ്ങളെ പിടിക്കണം, ആദിമ ശുശ്രൂഷ തിരിച്ചു പിടിക്കണം. സഭ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. എഫെസോസേ, നീ ആദ്യ സ്നേഹത്തിൽ വീണുപോയി. ചൂടബാല ശംഭവേദി അധരജനക ശകധരഗജ ധാനവേദ പ്രൗഢബാല അർത്ഥരക്ഷ പ്രൗഢബാല സംഭവേദി. തീ പിടിക്കട്ടെ, ഇതിനകത്ത് തീ പിടിക്കട്ടെ. വെറും ഒരു നോർമൽ ഫാസ്റ്റിംഗ് പ്രയർ അല്ല. ഈ ഫൈനൽ വീക്ക് ഇതിനകത്ത് ചിലതിനെ ജ്വലിപ്പിക്കുന്ന വീക്കാണ്. ഈ വീക്ക് ഒരു നോർമൽ പ്രയറിന്റെ വീക്കല്ല. കൃപാവര പ്രാപ്തിയുള്ളവർ പൊങ്ങി വരട്ടെ. പൊളിക്ക് അഭിഷക്തനെ, പൊളിക്ക്, 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 ചിലതിനെ പൊളിക്ക്. ബാംഗ്ലൂരെ ഇറങ്ങി കുഴിക്കണം, ഇറങ്ങി കുഴിക്കണം, ഇറങ്ങി കുഴിക്കണം. ആരൊക്കെ അഭിഷേക കുഴിയെ മൂടിക്കളഞ്ഞു, കൃപാവര ശുശ്രൂഷയുടെ കുഴിയെ മൂടിക്കളഞ്ഞു, പ്രാർത്ഥനയുടെ കുഴിയെ മൂടിക്കളഞ്ഞു, ആരാധനയുടെ കുഴിയെ മൂടിക്കളഞ്ഞു, ആത്മീയ അന്തരീക്ഷത്തിന്റെ കുഴിയെ മൂടിക്കളഞ്ഞു. ചില ഫെലിസ്ത്യന്മാർ പട്ടണത്തിൽ പിതാക്കന്മാർ ഇട്ടതിനെ മൂടിക്കളഞ്ഞു. തിരിച്ചു പിടിക്കാൻ ഇസ്ഹാക്കുമാർ എഴുന്നേൽക്കട്ടെ.
ജഡീകത്വത്തെ പൊളിക്ക്. നിങ്ങളിൽ ആത്മീയൻ പൊങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആത്മീയൻ പൊങ്ങി വരട്ടെ. ശുശ്രൂഷകൾക്ക് നിങ്ങൾ പരിമിതി വെക്കരുത്. ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. സഭയ്ക്ക് അടുത്തൊരു സീസണാണ്. എവിടേക്കോ ചില കുഴികളെ പിശാച് മൂടിക്കളഞ്ഞു. മൂടി എന്ന് പറഞ്ഞിരിക്കാനല്ല, തിരിച്ചിറങ്ങി കുഴിക്കാൻ കൃപാവര പ്രാപ്തിയുള്ള ഈ സഖാക്കുമാർ ഇതിനകത്തിരുന്ന് എഴുന്നേൽക്കട്ടെ. സഖാക്കേ, നീ പോകരുത്, നീ പോകരുത്, നീ പോകരുത്, നീ പോകരുത്. നീ പോയാൽ അന്തരീക്ഷത്തിൽ ചിലത് നടക്കും. അതുകൊണ്ട് നിന്നെ പറിക്കാൻ ശ്രമിക്കുന്നത് അവൻ ജയിക്കും, അവൻ ജയിക്കും. നീ പരാജയപ്പെടും. ജയിക്കാൻ അനുവദിക്കരുത്. നീ നിൽക്കണം, നീ നിൽക്കണം. നിന്നെ കൊണ്ട് മാത്രമേ ഈ കുഴി കുഴിക്കാൻ പറ്റത്തുള്ളൂ ഈ സഖാക്കേ. കാരണം നിന്റെ അപ്പന്റെ അഭിഷേകം നിന്റെ അകത്താ കിടക്കുന്നത്. നിന്റെ അപ്പന്റെ ദർശനം നിന്റെ അകത്ത കിടക്കുന്നത്. നിന്റെ അപ്പന്റെ വെളിപ്പാട് നിന്റെ അകത്ത കിടക്കുന്നത്. നിന്റെ അപ്പന്റെ വിശ്വാസം നിന്റെ അകത്ത കിടക്കുന്നത്. ഈ നുണയും കുറ്റം പറയുന്നത് നീ എന്തിനാ നോക്കാൻ പോകുന്നത്? അപവാദിക്കുന്നവനെ അപമാനിക്കുന്ന നീ എന്തിനാ നോക്കാൻ പോകുന്നെന്ന്? നിന്റെ അകത്തുള്ള അഭിഷേകത്തിന്റെ ശക്തി പീരുത്വത്തിന്റെ ആത്മാവിനെ അല്ലെന്ന ബലത്തിന്റെയും ശക്തിയുടെയും സുബോധത്തിന്റെയും നിങ്ങൾ എന്ന വൃക്ഷം ഒരു 100 ആപ്പിൾ തരുന്ന വൃക്ഷമായിട്ട് വെക്കുക. എക്സാമ്പിളാണ് പറയുന്നത്. നിങ്ങളെന്ന വൃക്ഷം, വീണ്ടും പറയുന്നത് എക്സാമ്പിളാണ് പറയുന്നത്. നിങ്ങളെന്ന വൃക്ഷം 100 ആപ്പിൾ തരുന്ന വൃക്ഷമായിട്ട് വെക്കുക. നിങ്ങളെന്ന വൃക്ഷത്തിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ബി എന്ന തോട്ടത്തിന്. ഈ ബി എന്ന തോട്ടം, ഈ 100 ആപ്പിൾ കായ്ക്കുന്ന വൃക്ഷം എൻ്റെ തോട്ടത്തിൽ വന്നാൽ എനിക്ക് അധിക ഫലം കായ്ക്കാൻ കഴിയുമല്ലോ എന്നോർത്ത് നിങ്ങളെന്ന വൃക്ഷത്തെ ഇവിടെ നിന്ന് പറിച്ച് ഈ ബി എന്ന തോട്ടത്തിൽ കൊണ്ട് നടുമ്പോൾ ആ ഈ ഉള്ള 100 ആപ്പിൾ അവിടെ ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. അത് നിന്റെ കണക്ക് കൂട്ടലിന് തെറ്റാ. വേണമെങ്കിൽ ഇവിടെ 1 ചാക്ക് വളം തരും, അവിടെ 10 ചാക്ക് വളമിടും. ഇവിടെ 1 ലിറ്റർ വെള്ളം ഒഴിക്കും, അവിടെ 10 ലിറ്റർ വെള്ളം ഒഴിക്കുമായിരിക്കും. ഇവിടെ 1/2 ലിറ്റർ മരുന്നടിക്കുമായിരിക്കും, അവിടെ 1.5 ലിറ്റർ മരുന്നടിക്കുമായിരിക്കും. പക്ഷെ എന്നൊക്കെ അടിച്ചാലും അതിൻ്റെ റൂട്ട് പതിഞ്ഞ ഈ മണ്ണിൽ നിന്നുണ്ടാകുന്ന ഫലം ഉണ്ടാകത്തില്ലെന്ന്. സ്തോത്രം. പക്ഷെ പറിക്കാൻ ബി എന്ന തോട്ടം ഭയങ്കരമായി പ്രലോഭിപ്പിക്കും. കാരണം മറ്റു വൃക്ഷത്തെക്കാളും അധികം ആപ്പിൾ ഇതിലല്ലേ കാണുന്നത്, മറ്റു വൃക്ഷത്തെക്കാളും അധിക ഫലം ഇതിലല്ലേ കാണുന്നത്. അപ്പം പറിക്കാൻ പ്രലോഭിപ്പിക്കും. ഈ പ്രലോഭനം കണ്ട് ഭയപ്പെടരുത്. ആ വൃക്ഷം ഉറച്ച് നിൽക്കണം. കാരണം ആ വൃക്ഷത്തിന് മാത്രമേ ആ തോട്ടത്തിൻ്റെ തലയെ നിവർത്തി നിൽക്കാൻ കഴിയത്തുള്ളൂ. കാരണം അത് യജമാനൻ്റെ ദർശനമുള്ള വൃക്ഷമാണ്, യജമാനൻ്റെ അനുഭവമുള്ള വൃക്ഷമാണ്, യജമാനൻ്റെ അഭിഷേകമുള്ള വൃക്ഷമാണ്. അതിന് മാത്രമേ തോട്ടത്തെ വളർത്താൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽ ആത്മാവിനോട് പ്രവചിക്കുന്നു, ഏതൊക്കെയോ ചിലതിനെ പിശാച് ഇതിനകത്തിരുന്നു പറിച്ച് ഇനി ഒരെണ്ണത്തെ പറിക്കാൻ അനുവദിക്കരുത്. ഇതിനകത്ത് ജഡികത്വത്തെ പൊളിക്കണം, ഇതിനകത്ത് ആത്മീയ ശക്തികൾ ഉയരണം. യേശുവിന്റെ നാമത്തിൽ ഈ പകൽ പരിശുദ്ധാത്മാവിന്റെ ആ സ്വാധീനം ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇതിനകത്ത് ചലിക്കാൻ അഭിഷക്ത. ഐ എം സോറി, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇച്ചിരി കഠിന ഭാഷയിലേക്ക് അങ്ങ് പോവുക. ഞാൻ പരിശുദ്ധാത്മാവോട് കൂടെ നിൽക്കുക. ചിലരുടെയൊക്കെ ധാരണ നമ്മളെ നിന്ദിച്ചാൽ, പരിഹസിച്ചാൽ, നമ്മുടെ ശുശ്രൂഷയെ ചോദ്യം ചെയ്താൽ, അഭിഷേകത്തെ ചോദ്യം ചെയ്താൽ, നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്താൽ നമ്മൾ ഒന്നുമില്ലാതെ അങ്ങ് പോകുമെന്ന് നമ്മുടെ ധാരണ. പക്ഷെ നിങ്ങളൊന്ന് ധരിക്കണം, എപ്പോഴാണോ നിങ്ങൾ അങ്ങനെ എഴുന്നേൽക്കുന്നത് ആ നിമിഷം മുതൽ അവൻ്റെ ചൂടങ്ങ് കൂടുവാന്ന് അതിൻ്റെ അർത്ഥം. ആ നിമിഷം മുതൽ അവൻ്റെ വളർച്ച അങ്ങ് തുടങ്ങുന്നെന്ന അർത്ഥം. അവൻ തളരാനല്ല പോകുന്നത്, അവൻ വളരാനാ പോകുന്നത്. അത് തെറ്റായ കണക്കുകൂട്ടല. അങ്ങനെയായ പുള്ളി ഇല്ലാതെ പോയേക്കുമെന്ന്.
ഒന്നുമില്ലാതെ പോയേക്കുന്നു. ഒരിക്കലും ഒന്നുമില്ലാതെ പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ 25 വർഷത്തിൽ ഷാജിമോൻ ഭൂമിയിൽ അഡ്രസ്സ് ഇല്ലാതെ പോയിരിക്കണം. 8ാമത്തെ വയസ്സിൽ തുടങ്ങിയതല്ലേ ശുശ്രൂഷ, അന്നു മുതൽ കേൾക്കാൻ തുടങ്ങിയതായത്. അപ്പം ഷാജിമോൻ ഇപ്പോൾ ബഥേലിലൊന്നും നിൽക്കാൻ ഒരു അർഹതയും കാണത്തില്ല, അഡ്രസ്സ് ഇല്ലാതെ പോയി കാണും. പക്ഷെ നിർത്തിയത് ഞാൻ പറയും, ഇതാണ് നമ്മളെ വളർത്തുന്നതിൻ്റെ അടയാളമേ. ബോൾഡ് ഇറ്റ്, ചാടിപ്പോകരുത്. ഈ പട്ടണത്തിൽ കുഴിച്ച ചില കുഴികൾ ആരൊക്കെയോ മൂടിക്കളഞ്ഞു. നിങ്ങൾക്ക് മാത്രമേ അതിനെ തിരിച്ചു കുടിക്കാൻ പറ്റും. കാരണം നിങ്ങളുടെ മേൽ ആ ദർശനം ഇട്ടിരിക്കുന്നത്, നിങ്ങളുടെ മേൽ ആ വിളിയിട്ടിരിക്കുന്നത്, നിങ്ങളുടെ മേൽ ആ തന്ത്രം പഠിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ മേൽ അധികാരം കിടക്കുന്നത്. ഇസഹാക്ക്, നീ പോകരുത് കുഞ്ഞെ, നീ ഇവിടെ ഉറച്ചു നിൽക്കണം. പിതാക്കന്മാരുടെ കാലത്ത് കുഴിച്ച കുഴികളെ നീ തിരിച്ചു കുഴിക്കണം. പക്ഷെ നീ കുഴിക്കുമ്പോൾ അവകാശം പറയാൻ ചിലത് വരും. ഇത് എൻ്റെ ഭൂമിയാ, ഇത് എൻ്റെ അവകാശമാ, ഇത് എനിക്കുള്ളതാ, എൻ്റെ അപ്പൻ്റെ വകയാ, ഇങ്ങനെയൊക്കെ അവകാശം പറയാൻ വരും. പക്ഷെ അവകാശം പറയാൻ വരുമ്പോൾ നീ അവകാശം പറഞ്ഞ അവിടെ നിൽക്കരുത്. നീ അടിയുണ്ടാക്കാൻ നിൽക്കരുത്, നീ കുറ്റം പറയാൻ നിൽക്കരുത്, നീ പിണങ്ങാൻ നിൽക്കരുത്. നീ അടുത്ത സ്ഥലത്ത് പോകണം, അവിടെ കുഴിക്കണം, അവിടെയും വെള്ളം കാണും. നിങ്ങൾക്ക് മനസ്സിലായോ? അഭിഷേകമുള്ളവൻ ഏത് പർവ്വത ശിഖരത്തിൽ പോയി ടെൻഡടിച്ചാലും ആത്മാക്കൾ അവിടെ വരുമെന്ന് പറഞ്ഞാൽ ഒരേസേക്കും സിത്നായും ഇസഹാക്കിനെ കൈയൊഴിഞ്ഞെങ്കിൽ ഒരു രഹബോധ് കൈയൊഴിഞ്ഞില്ല. ആരും അവകാശം പറയാൻ വരാത്ത ഒരു രഹബോധിൽ ഇസഹാക്കിനെ കർത്താവ് ഉറപ്പിച്ചു. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇതിനകത്ത് ചില ഇസഹാക്കുമാരോട്, ഒരേസേക്ക് നിന്നെ കൈയൊഴിഞ്ഞാൽ, ഒരു സിത്ന നിന്നെ കൈയൊഴിഞ്ഞാൽ ഒരു രഹബോധ് വെളിപ്പെടും. നിങ്ങളെന്ന വ്യക്തി നിൽക്കുന്ന ഭൂമി ശരിയായ ഭൂമിയാണോ എന്ന് കണ്ടെത്തുക. റൈറ്റ് പ്ലേസ് ആണോ എന്ന് കണ്ടെത്തുക. റൈറ്റ് പ്ലേസിലാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വളരും, ഉറപ്പായിട്ടും വളരും. നമ്മൾ നടപ്പെട്ടിരിക്കുന്ന മണ്ണ് നമ്മളെ വളർത്തുന്ന മണ്ണാണോ എന്ന് വിവേചിച്ചാൽ മതി. വളർത്തുന്ന മണ്ണിൽ വളവും വെള്ളവും ഇല്ലെങ്കിലും ആ വൃക്ഷം വളരുക തന്നെ ചെയ്യും. സോ ഡിസൈൻ യുവർ സ്പിരിച്വൽ ക്ലൈമറ്റ്. നിങ്ങളുടെ ആത്മീയ അന്തരീക്ഷത്തെ നിങ്ങൾ വിവേചിക്കുക. കുറ്റം പറയുന്ന, പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന, ആത്മീയ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുന്ന, അപവാദം പറയുന്ന, അപമാനിക്കുന്ന, ജഡശബ്ദത്തെ ഉയർത്തുന്ന, ഉപദേശം എന്ന് പറഞ്ഞ ആത്മീയ പ്രവൃത്തിയെ തടയുന്ന, ഇങ്ങനെയുള്ള സ്പിരിച്വൽ ക്ലൈമറ്റിനെ നിങ്ങൾ ഡിസൈൻ ചെയ്യണം, നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കരുത്. നിങ്ങളുടെ ആത്മീയ അന്തരീക്ഷം പെർഫെക്റ്റഡ് ആണെങ്കിൽ നിങ്ങളെന്ന വൃക്ഷം വളരുക തന്നെ ചെയ്യും. ഒന്ന്, നിങ്ങൾ ശരിയായ സ്ഥലത്താണോ നടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിനെ കണ്ടെത്തുക. അടുത്ത്, നിങ്ങളുടെ യജമാനൻ നല്ല യജമാനനാണ്. നിങ്ങൾ നടപ്പെട്ടിരിക്കുന്ന ഭൂമി നല്ല ഭൂമിയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള വളവും വെള്ളവും കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങളെന്ന വ്യക്തിക്ക് മാത്രം വളരാൻ കഴിഞ്ഞില്ല. നിങ്ങളെന്ന വ്യക്തി വളരുന്നില്ലെങ്കിൽ, രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ കഴിയാത്തതിന് കാരണം യജമാനനല്ല, ഭൂമിയല്ല, സ്പിരിച്വൽ ക്ലൈമറ്റ് അല്ല, വേറെ ഒന്നുമല്ല. നിങ്ങളെന്ന വ്യക്തി ശരിയല്ലാത്ത വ്യക്തി ആയതുകൊണ്ട്. യു ആർ നോട്ട് എ റൈറ്റ് പേഴ്സൺ, യു ആർ എ റോങ് പേഴ്സൺ. നിങ്ങളെന്ന വ്യക്തി ശരിയല്ലാത്ത വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾക്ക് വളരാൻ കഴിയാതെ. നിങ്ങളുടെ കൂടെ ഇരുന്നവരെല്ലാം വളർന്നല്ലോ, നിങ്ങളുടെ കൂടെ ഇരുന്നവരെല്ലാം എഴുന്നേറ്റല്ലോ, അവരെല്ലാം അഭിഷേകം പ്രാപിച്ചല്ലോ, അവരെല്ലാം ശുശ്രൂഷ പൊങ്ങി വന്നല്ലോ, അവരെല്ലാം സമ്പത്ത് കൊണ്ട് അലങ്കരിക്കപ്പെട്ടല്ലോ, അവർക്ക് വീടും വസ്തുവും വാഹനങ്ങളും കാറും എല്ലാം ഉണ്ടായല്ലോ. സെയിം സ്പിരിച്വൽ ക്ലൈമറ്റ്, സെയിം യജമാനൻ, സെയിം വളം വെള്ളം എല്ലാം സെയിമാണ്. പക്ഷെ നമുക്ക് മാത്രം വളരാൻ കഴിഞ്ഞില്ല. പക്ഷെ അവരെല്ലാം വളർന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ എന്ന വ്യക്തി ശരിയല്ലാത്ത വ്യക്തി ആയതുകൊണ്ട്. നിങ്ങൾ സൈലൻ്റായിപ്പോയി. ഇപ്പം ഉണ്ടായ ആത്മീയ ചൂട് ഇപ്പം കണ്ടില്ല, ഇച്ചിരി മുമ്പേ ഉണ്ടായ ചൂട്. നമ്മളിപ്പം മൊത്തം പാസ്റ്റർമാരെ കുറ്റം പറഞ്ഞിരിക്കുക. എൻ്റെ സഭ ശരിയല്ല, എൻ്റെ പാസ്റ്റർ ശരിയല്ല, എൻ്റെ അമ്മാമ്മ ശരിയല്ല, എൻ്റെ ആൻറ്റി ശരിയല്ല, എൻ്റെ ശുശ്രൂഷകൻ ശരിയല്ല. അവിടെ എന്നും അരച്ച മാവ് തന്നെയാണ്. ഒരു പുതിയതൊന്നും കാണാനും ഇല്ല, കേൾക്കാനും ഇല്ല. ഞാനൊരു ഇവാഞ്ചലിസ്റ്റ് അല്ല, സഭയുടെ ശുശ്രൂഷകനാണ്. ഇതൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. ആ പ്രവാചകൻ ശരിയല്ല, പ്രവാചകി ശരിയല്ല, അത് കള്ളപ്രവചനമാണ്. ആ വെളിപ്പാട് ശരിയല്ല, ആ ദൂത് ശരിയല്ല.
ഞാൻ പറയും ഇതൊന്നും അല്ല ശരിയല്ലാതെ, നീ ശരിയില്ലാതെ കാരണം. അതാണ്ട് പോയി മൊത്തം. ഒരു പ്രവാചകനെ ദൈവം ഒരു സഭയ്ക്കകത്ത് അയക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണെങ്കിൽ ഞാൻ തിരുത്തി തരാം. ഒരു പ്രവാചകനെ ദൈവസഭയ്ക്കകത്ത് അയക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? കുറേ പേർക്ക് അമേരിക്കയ്ക്ക് വിസ എടുത്ത് ചർച്ച് കാലിയാക്കാൻ വേണ്ടിയല്ല. 4 പേർക്ക് വീട് കെട്ടിക്കൊടുത്തിട്ട് ആരാധനയ്ക്ക് വരാതെ നിർത്താൻ വേണ്ടിയല്ല. ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവർക്ക് ഇനോവ കാർ എടുത്ത് കൊടുത്തിട്ട് ഞായറാഴ്ചയും ആരാധന മുടക്കി വണ്ടി ഓടിക്കാൻ വേണ്ടിയല്ല. ഒരു പ്രവാചകനെ ദൈവസഭയ്ക്കകത്ത് അയക്കുന്നത് സഭയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു ദൈവമനുഷ്യനെ ഒരു സ്ഥലത്ത് അയക്കുന്നത്, ഒരു പ്രോഫറ്റിനെ ഒരു സ്ഥലത്ത് അയക്കുന്നത് സഭയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ കണ്ട ശ്രേഷ്ഠന്മായ പ്രവാചകന്മാരിൽ നിന്നെല്ലാം എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ ഒന്നുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ കുറവശങ്ങളെ അവർ ഷാർപ്പായി വിരൽ നീട്ടി ചൂണ്ടിക്കാണിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാ എന്നെ ഇന്ന് ഈ ബദേലിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എനിക്ക് എൻ്റെ കുറവ് തിരിച്ചറിയാൻ പറ്റത്തില്ല. ആമേൻ. കാരണം എനിക്ക് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാ, ഞാൻ പറയുന്നതെല്ലാം ശരിയാ. പക്ഷേ എന്നെ കറക്റ്റ് ചെയ്യാൻ കർത്താവ് ചിലതിനെ എഴുന്നേൽപ്പിച്ചു. അതിലൂടെ കർത്താവ് എന്നെ കറക്റ്റ് ചെയ്തു. അതുകൊണ്ട് എൻ്റെ ശുശ്രൂഷ ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാചകനെ ദൈവം അയക്കുന്നത് വാഗ്ദത്തങ്ങൾ കൈമാറി, ദൂതുകൾ കൈമാറി, അനുഗ്രഹങ്ങൾ മാത്രം കൈമാറിപ്പോകാൻ വേണ്ടി മാത്രമല്ല. പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചതും അയച്ചതും ആമേൻ എവിടെയൊക്കെയോ ഉണ്ടായ കുറവശങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ ഫൈനൽ ഡേയ്സിൽ ആമേൻ എന്തൊക്കെയോ ദൈവസന്നിധിയിൽ വലുത് പ്രതീക്ഷിച്ചിരിക്കുന്ന ദൈവസഭയോട് ഞാൻ കൈമാറുന്നു. അടുത്ത സെഷനുകളിൽ അസാധാരണ കൈമാറ്റങ്ങൾ തന്നെ ഇതിനകത്ത് നടക്കും. അസാധാരണമായി തീ ഇതിനകത്ത് പിടിക്കും. നിന്നുപോയ ചിലത് റിസ്റ്റോർ ആകും. ഒരു ഉണർവിൻ്റെ കൈമാറ്റങ്ങൾ വീണ്ടും ഇതിനകത്ത് പതിയും. പക്ഷെ അതിനു മുമ്പേ ഞാനൊരു ദൈവശബ്ദം കൈമാറുക. ചിലത് പ്രാപിക്കാൻ കഴിയാത്തത് നമ്മുടെ കുറവാണെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്തേ പറ്റൂ. ഏലിയാവ് എന്ന ദൈവപുരുഷൻ ആദ്യമേ പ്രാർത്ഥിക്കല്ല ചെയ്ത്, യാഗം കഴിക്കല്ല ചെയ്ത്, യാഗ പീഠത്തെ ഒരുക്കി. ഗോത്രസംഖ്യക്കൊത്തവണ്ണം ചിതറിക്കിടക്കുന്ന കല്ല് കണ്ടെത്തി യാഗപീഠം പുതുക്കി. പിന്നെ യാഗ വസ്തുവിനെ ഒരുക്കി. ക്രമീകരിക്കേണ്ടതെല്ലാം ക്രമീകരിച്ചു. പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടല്ലോ, ഷോർട്ടായ പ്രയറായിരുന്നു. തീയിറങ്ങി. ഹല്ലേലൂയ. ബാലിൻ്റെ പ്രവാചകന്മാർ ലജ്ജിച്ചു പോയി. ഞാൻ ഇന്ന് പകലാത്മാവിൽ കൈമാറുക. നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തതിന് കാരണം നമ്മൾ മറ്റാരൊക്കെയോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, ആരൊക്കെയോ വിധിച്ചുകൊണ്ടിരിക്കുക. ആ സഭയിലുള്ളത് കൊണ്ടായിരുന്നു, ആ അഭിഷക്തിൻ്റെ കൂടെ നിന്നതുകൊണ്ടായിരുന്നു, ആമേൻ ആ ഫെലോഷിപ്പിൽ ഇരുന്നത് കൊണ്ടായിരുന്നു. അവൻ ശരിയല്ല, അവൾ ശരിയല്ല, അയാൾ ശരിയില്ല, ആ പുള്ളി ശരിയല്ല, മൊത്തം ശരിയല്ല. അത് നമ്മൾ മാത്രം പെർഫെക്റ്റാണ്, നമ്മളെല്ലാത്തിലും 100%. ബാക്കി എല്ലാവരും തെറ്റാ. ഇന്ന് സഭയ്ക്കകത്തുണ്ടാകുന്ന ഏറ്റവും വലിയ പരാജയങ്ങളാണ്. ഇതങ്ങ് എടുത്തു മാറ്റിയിട്ട് നിങ്ങളെ വിവേചിക്കണം, ഞാൻ ശരിയാണോ. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 6-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ഉസ്സിയ രാജാവ് മരിച്ച കാലഘട്ടത്തിൽ യെശയ്യാവ് ഒരു ദർശനം കണ്ടു. ആമേൻ. സ്വർഗത്തിലെ ദൈവം പൊങ്ങിന്താനമുള്ള സിംഹാസനത്തിലിരിക്കുന്നത്, മാറിച്ചിറകുള്ള സാറാബുകൾ 2 കൊണ്ട് മുഖംമൂടി, 2 കൊണ്ട് പാദമൂടി, 2 കൊണ്ട് പറന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർപ്പിടുന്നതും, ആമേൻ ദൈവ സാന്നിധ്യം മുഴുവൻ മേഖലകളും നിറയ്ക്കുന്നതും, യാഗപീഠത്തിൻ്റെ തീക്കൊടിലുകൊണ്ട് ദൂതൻ അതരത്തെ തൊടുന്നതും. ഉടനെ യെശയ്യാവെന്ന ദൈവപുരുഷൻ പറയുന്ന ഒരു പദമുണ്ട്, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ. ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ നടുവിൽ വസിക്കുന്നവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ എൻ്റെ കണ്ണുകൾ കണ്ടുവല്ലോ. യെശയ്യാവേ, അങ്ങ് 5 അധ്യായങ്ങളിലും പ്രവാചകനല്ലായിരുന്നു. യെസ്. പിന്നെ 6-ാമത്തെ അധ്യായത്തിൽ വന്ന് ശുദ്ധിയില്ലാത്ത അധരമുള്ളെന്ന് പറയുന്നതിന് കാരണം എന്താ? 5 അധ്യായങ്ങളിലും ഈ അധരത്തോടെയാണ് പ്രവചിച്ചത്. യെസ്. 5 അധ്യായങ്ങളിൽ ആരാ നിങ്ങളെ നിയന്ത്രിച്ച്? ഉശ്ശിയാവായിരുന്നു. ഉശ്ശിയാവിൻ്റെ നിയന്ത്രണത്തിലുള്ളിടത്തോളം കാലം എൻ്റെ ഒറിജിനാലിറ്റി വെളിപ്പെടാൻ കഴിഞ്ഞില്ല. കർത്താവ് ഉശ്ശിയാവിനെ
എടുത്തു മാറ്റി. ഉഷിയാവിനെ എടുത്തു മാറ്റിയ ഉടനെ കാണേണ്ടവനെ അവൻ ആദ്യം കണ്ടു. അപ്പം അന്ന് വരെ അവൻ കണ്ടുകൊണ്ടിരുന്നത് കാണേണ്ട ദൈവത്തെ അല്ല, നിയന്ത്രിക്കുന്ന ഉഷിയാവിനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് പകൽ നമ്മുടെ അകത്ത് എവിടൊക്കെയോ ചില ജഡങ്ങളെ നിയന്ത്രിച്ച് ജഡത്ത് നീ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അകത്തുള്ള ആത്മീയനെ നിങ്ങൾക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ അകത്തുള്ള അഭിഷക്തയെ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. വെളിപ്പാടുള്ളവനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് പകൽ ജഡത്തെ ഒന്ന് പൊട്ടിച്ചാൽ ഒറിജിനാലിറ്റി വെളിപ്പെട്ട് വരുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറയും? അവർ ആത്മാവിൽ ഇന്ന് പകൽ പ്രതികരിക്കട്ടെ. പരിശുദ്ധാത്മാവിൽ സഭയെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, 5 അധ്യായങ്ങളിലും അയ്യോ അയ്യോ അയ്യോ, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനനെ അറിയും, എൻ്റെ ജനമയനെ അറിയുന്നില്ല, മറന്നുപോയി, നന്ദി കെട്ടവരായി ദ്രോഹികളായി വിതുമ്പിക്കൊണ്ട് വിലപിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവായ പ്രവചന ശബ്ദത്തെ പുറത്തുവിട്ട പ്രവാചകൻ 6-ാമത്തെ അധ്യായത്തിൽ സ്വയം വിവേചിച്ചിട്ട് പറയുന്നു, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത തരമുള്ള മനുഷ്യൻ. അപ്പൊ 5 അധ്യായങ്ങളിൽ ശുദ്ധിയില്ലാത്ത അതരത്തോടെയല്ലേ നീ പ്രവചിച്ചേ? എന്നിട്ട് 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ളവൻ. 2, ഞാൻ ഇരിക്കുന്ന സർക്കിളിലെ ശുദ്ധിയില്ലാത്ത അതരമുള്ള ജനങ്ങളുടെ നടുവിൽ വസിക്കുന്നവൻ. ദൈവത്തെ എൻ്റെ കണ്ണുകൾ കണ്ടു. അപ്പം ഞാനൊരു ദൂത് കൈമാറാം. നിങ്ങളുടെ ബന്ധം ശരിയാണെങ്കിലേ നിങ്ങൾ ഉയർന്നു വരത്തുള്ളൂ. മനസ്സിലായ? നല്ല ആമേൻ പറയണം കർത്താവിന്. നിങ്ങൾ ഇന്ന് പകൽ നിങ്ങളെ തന്നെ വിവേചിക്കുക, നിങ്ങളെ തന്നെ വിവേചിക്കുക. വെറുതെ അവരെവരെയും കുറ്റം പറഞ്ഞിരിക്കരുത്. ഒരു കാര്യം കൂടി തുറന്നു പറയാം, എന്നാണോ കുറ്റം പറയാൻ നിങ്ങൾ നാവ് ചലിപ്പിക്കുന്നത്, അന്ന് നിങ്ങളുടെ ശുശ്രൂഷ ലോക്കാവുക, നിങ്ങളുടെ അഭിഷേകം ലോക്കാവുക, നിങ്ങളുടെ ദർശനങ്ങൾ ലോക്കാവുക. എന്തിന്? നിങ്ങൾക്ക് വേണ്ടി തുറന്ന വഴികൾ വരെ ലോക്കാവുക. നിങ്ങൾക്ക് ഓപ്പണായ വഴികളില്ലേ, അതുവരെ ലോക്കായി പോവുക, ബന്ധിക്കപ്പെടുക. അത് നിങ്ങൾ തന്നെ സ്വയം വലിച്ചു വയ്ക്കുന്ന വിഷയമാണ്. ഞാനിന്ന് പകലാത്മാവിൽ കൈമാറുന്നു, കൃപയുള്ളവനും അഭിഷേകമുള്ളവനും ദർശനമുള്ളവനും വിളിയുള്ളവനും ആരെങ്ങനെയും പോട്ടെ, നമ്മുടെ ആദരം ഒരിക്കലും കുറ്റം പറയാൻ ചലിപ്പിക്കുകയേ ചെയ്യരുത്. അവരെവരെയും കുറ്റം പറയാതെ സ്നേഹത്തോടെ ഞാൻ സഭയെ ഒരു ഉപദേശം കൈമാറുക. നമ്മൾ പ്രാപിച്ച അഭിഷേകത്തിൽ അങ്ങ് ഓടണം. കർത്താവ് നമുക്ക് തന്ന ദർശനത്തിൽ നിൽക്കണം. കർത്താവ് നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യണം. തലതാഴാൻ അനുവദിക്കത്തില്ല. അവൻ നമ്മെ വളർത്തുക തന്നെ ചെയ്യും, വളർത്തുക തന്നെ ചെയ്യും. ഇതിനകത്ത് തകർന്നു കിടക്കുന്ന ആരോടൊക്കെയോ, ഓൺലൈനിലൂടെ തകർന്നു കിടക്കുന്ന ആരൊക്കെയോ എന്നെ കേൾപ്പുണ്ട്. അവരോടുള്ള ദൈവത്തിൻ്റെ ദൂത, നിങ്ങളെ കറക്റ്റ് ചെയ്യുക. ആമേൻ. അനാവശ്യ പദങ്ങൾക്ക് കേൾക്കാനും ആമേൻ പറയാനും ആദരത്തെയോ ചെവിയെയോ തിരിക്കാതിരിക്കുക, സൈലൻ്റ് ആയിരിക്കുക. നമ്മെ വിളിച്ച കർത്താവ് നമ്മെ അനുഗ്രഹിക്കാതിരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള ദൂതാണ് ഞാൻ പറയുന്നത്, ഷാർപ്പായിട്ടുള്ള ദൂത്. ഇന്നോടെ കുറ്റം പറച്ചാൽ നിർത്തണം. അപവാദം പറയുന്നത്, ആത്മീയൻ അപവാദം പറയുന്നത് നിർത്തണം. ആത്മീയൻ അപമാനിക്കാൻ നിർത്തണം. അപമാനം, നിന്ന, അപവാദം അത് ആത്മീയൻ്റെ സ്വഭാവമല്ല, അത് ജഡീകൻ്റെ സ്വഭാവമാണ്. ആത്മീയൻ്റെ സ്വഭാവം എങ്ങനെയെങ്കിലും തളരുന്നവനെ ഒന്ന് എഴുന്നേൽപ്പിക്കുക എന്നതാണ്. തളർത്തിയവനെ ഉയർത്തുക എന്നതാണ്. അത് ആത്മീയൻ്റെ ക്യാരക്ടർ. സ്തോത്രം. ഞാൻ പരിശുദ്ധാത്മാവിൽ കൈമാറുന്നു, നിങ്ങളെ വിവേചിക്കണം. ഞാനൊരു എക്സാമ്പിൾ അങ്ങ് പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഞങ്ങൾക്ക് പറമ്പുണ്ടായിരുന്നു. ഇന്ന് പറമ്പില്ല, അത് വിറ്റു. ഞങ്ങൾക്ക് പറമ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ പറമ്പിൽ ഏലത്തോട്ടമായിരുന്നു. ഈ ഏലത്തോട്ടമായിരുന്നു പപ്പയുടെ കൃഷി. അപ്പോൾ ഈ ഏലത്തോട്ടത്തിനകത്ത് ഒരിക്കൽ ഈ മണ്ണൊക്കെ സെർച്ച് ചെയ്യുന്ന ഒരു വ്യക്തി വന്നു. അപ്പോൾ ആ വ്യക്തി മണ്ണൊക്കെ സെർച്ച് ചെയ്ത് നമ്മുടെ ഓരോ ഭൂമിയുടെ ഓരോ ഭാഗത്തു നിന്ന് മണ്ണെടുത്തു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ, ഈ വരമ്പത്തിരിക്കുന്ന ഏലമെല്ലാം അതുപോലെ 7-8 വർഷം പഴക്കമുള്ള ഏലമാണ്. പക്ഷെ അതെല്ലാം ഞങ്ങൾക്ക് ഒത്തിരി നന്മ തന്നു. അതെത്ര വലുതായിട്ടായിരിക്കുന്നതെന്ന് നോക്കിക്കേ. പക്ഷേ ഈ ചെടി ഒത്തിരി ഞരണ്ടായിരിക്കുന്നത്, ഇതെന്നും മഞ്ഞിച്ച് തന്നെ ഇരിക്കുന്നു, ഇത് ഫലം കാണുന്നില്ല. അതിൻ്റെ കാരണം എന്താ? ഈ മണ്ണിൻ്റെ ആണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞ പദം, കുഞ്ഞെ, ഭൂമി ഒരേ ഭൂമി തന്നെയാണ്, ക്ലൈമറ്റ് സെയിം ക്ലൈമറ്റ് തന്നെയാണ്, വളവും വെള്ളവും ഒരേപോലെ തന്നെയല്ലേ കൊടുക്കുന്നത്, യജമാനന് ഒരേ യജമാനനല്ലേ, അതുകൊണ്ടല്ലേ ആ ചെടിയൊക്കെ വളർന്നേ.
അപ്പം നിനക്ക് ഇതിന് മാത്രം വളരാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താ അറിയാവോ? ഈ വരമ്പത്ത് നിങ്ങൾ നട്ടിട്ടുള്ള നീർവാങ്ങയില്ലേ, യൂക്കാലിപ്സ് പോലെ ഉള്ള ഒരു വൃക്ഷമാണ് നീർവാങ്ങ എന്ന് പറയും. അത് ഭയങ്കരമായി ഉയർന്നു നിൽക്കും, വളർന്നു വരും. ആ വൃക്ഷമാണ്. അതിനെ അങ്ങ് വെട്ടിക്കളഞ്ഞാൽ ഈ ചെടി അങ്ങ് വളരുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തുവാ കാര്യമെന്ന്. ഈ നീർവാങ്ങയുടെ സ്വഭാവം എന്തെന്നറിയാമോ? ഇതിൻ്റെ വേര് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറന്നു പോകും, പല അടികൾ ഇങ്ങനെ നീണ്ടുപോകും. അങ്ങനെ നീണ്ടുപോകുന്ന ഈ വേര് ഈ ഏലത്തിനിരുന്ന വളവും വെള്ളവും മൊത്തം വലിച്ചെടുക്കും. വലിച്ചെടുത്തിട്ട് ഇതങ്ങ് വളരും, ഇതങ്ങ് തളരുകയും ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറയുന്ന ആശയം? മനസ്സിലായ സ്തോത്രം. നിങ്ങൾക്ക് പിടികിട്ടിയോ? ചില ബന്ധങ്ങൾ ആകാത്തതാണെങ്കിൽ വെട്ടിക്കോണം, അല്ലെങ്കിൽ നിങ്ങളുടെ വളവും വെള്ളവും എടുത്ത് അതങ്ങ് വളരും, നിങ്ങൾ തളരുകയും ചെയ്യും. നമ്മുടെ വളവും വെള്ളവും നമുക്ക് വളരാനാണ് യജമാനൻ ഒഴിക്കുന്നത്. നമ്മൾ നന്നാകാനാണ് നമ്മുടെ മേലിടുന്നത്. നമ്മളത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നമ്മൾ ഒന്നുമില്ലാതെ പോകാനല്ല. വൃക്ഷം നടപ്പെട്ട ഭൂമിക്കകത്ത് ബന്ധം ശരിയാണോ എന്നുള്ളതിനെ വിവേചിക്കണം. ഒരു നല്ല ആമേൻ പറഞ്ഞ കർത്താവിരുന്നു. അപ്പം രണ്ടാമത്തെ കാര്യം, കൂടെ നിൽക്കുന്ന ചെടികളെല്ലാം വളർന്നു വരുമ്പോൾ നമുക്ക് മാത്രം വളരാൻ കഴിയുന്നില്ല എങ്കിൽ അതിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഏലം, എന്നെ ഒത്തിരി തൊട്ടക്കാർ, ഞങ്ങൾ ഏലകൃഷി ചെയ്തവരാ, ഞങ്ങൾക്ക് റബ്ബറിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ദൈവസഭ ഒരു കൃഷിഭൂമിയാണ്. അതുകൊണ്ട് ആ അടയാളത്തിൽ തന്നെ ഞാൻ വിവേചിച്ച് അതങ്ങ് പറയുക. ഒരേ ലൈനിൽ 100 ഏലം നടപ്പെട്ടാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഏലത്തിനകത്ത് ഒത്തിരി ചിമ്പും ഒത്തിരി ചരവും ഒത്തിരി പച്ചപ്പും ഒത്തിരി ഫലവും കാണും. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഏലം 2-3 ചിമ്പിൽ ഒരു ഫലവും ഒരു വളവും ഒരു പച്ചപ്പില്ലാതെ ചുമന്ന് നിൽക്കും. യജമാനൻ ഒരേ യജമാനാണ്, ഭൂമി ഒരേ ഭൂമിയെ, ക്ലൈമറ്റ് ഒരേ ക്ലൈമറ്റാണ്, വളവും വെള്ളവും അതിനിടുന്ന പോലെ ഇതിനും, അതിനിടുന്ന പോലെയാ, മരുന്ന് എല്ലാം സെയിമാണ്. പക്ഷെ അത് വളർന്ന് നീ വളർന്നില്ല. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ റൂട്ട് ശരിയില്ലാത്ത റൂട്ടാണ്. ആ ചെടിക്ക് വളവും വെള്ളമൊക്കെ വലിച്ചെടുക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു പാസ്റ്ററെ, അതുകൊണ്ട് അത് വളർന്ന് അത് നന്നായി. പക്ഷേ ഇത് മൊത്തം പുഴു പിടിച്ച റൂട്ടാണ്. ഇതിൻ്റെ വേര് പുഴു പിടിച്ച വേരാ. അതുകൊണ്ട് ഇട്ട വളമൊന്നും വലിച്ചെടുക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ട് ഇത് ഇപ്പോഴും ഒറ്റ ചിമ്പിൽ അങ്ങ് നിൽക്കുക. റൂട്ട് പെർഫെക്റ്റഡ് ആയാൽ ഏത് വളത്തെയും വെള്ളത്തെയും വലിച്ചെടുക്കാനുള്ള ശേഷി ഉണ്ടാകും. ചെടി വളരുക തന്നെ ചെയ്യും. ചിലതിനെ സ്റ്റോപ്പ് ചെയ്യണം, ചിലതിനെ സ്റ്റോപ്പ് ചെയ്യണം. അവരെങ്ങനെയും ശുശ്രൂഷിച്ചോട്ടെ, അവരെങ്ങനെയും പോട്ടെ, അവരെന്തും ആയിക്കോട്ടെ, വി ഡോണ്ട് കെയർ. നമ്മളെ ഏൽപ്പിച്ചത് നമ്മളങ്ങ് ചെയ്യുക എന്നതേ ഉള്ളൂ. നമ്മുടെ അഭിഷേകത്തെ കളയരുത്, നമ്മുടെ ദർശനത്തെയും ശുശ്രൂഷയും കളയരുത്. ഞാനിന്ന് പകൽ പറയുന്നു, ആമേൻ. അവരെയും ഇവരെയും കുറ്റം പറഞ്ഞ് നിങ്ങളുടെ അഭിഷേകം കളയരുത്. നിങ്ങളെ കെയർ ചെയ്തോ. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാൻ കഴിയാത്തതിന് കാരണം ഒരു പക്ഷേ പാസ്റ്ററല്ല, സഭയല്ല, വിശ്വാസികളല്ല, പ്രസംഗമല്ല, ആത്മീയ അഭിഷേകമല്ല, കൃപാവരമല്ല, ശുശ്രൂഷയല്ല, അതൊന്നുമല്ല. നമ്മൾ ശരിയില്ലാതെ. ഈ ശരിയില്ലാത്ത വ്യക്തിന് എത്ര ചർച്ചയിൽ പോയാലും ആ ചർച്ച ഒന്നുമില്ലാതെ പോകുന്നതല്ലാതെ ഈ പുള്ളി വളരത്തില്ല. ഈ ശരിയില്ലാത്ത വ്യക്തി എത്ര ഡിനോമിനേഷൻ്റെ കീഴിൽ പോയാലും ആ ഡിനോമിനേഷൻ ഒന്നുമില്ലാതെ പോകുന്നതല്ലാതെ ഈ പുള്ളി നന്നാകത്തില്ല. ഈ ശരിയില്ലാത്ത വ്യക്തി എത്ര രാജ്യത്തിൽ പോയാലും ഈ വ്യക്തി നന്നാകാതെ രാജ്യം നന്നാകത്തില്ല. സോ നിങ്ങളെ വിവേചിക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത മൂന്നാമത്തെ കാര്യം, 1, നിങ്ങൾ നടപ്പെട്ടിരിക്കുന്ന ഭൂമിയെ വിവേചിക്കുക. 2, നിങ്ങളെന്ന വ്യക്തി ശരിയായ വ്യക്തിയാണെന്നോ വിവേചിക്കുക. ഇനി നിങ്ങൾ നടപ്പെട്ടിരിക്കുന്ന ഭൂമി റൈറ്റ് ഭൂമിയാണ്, റൈറ്റ് പ്ലേസാണ്. നിങ്ങളെന്ന വ്യക്തിയും റൈറ്റ് മാനാണ്. പക്ഷേ എന്നിട്ടും നിങ്ങൾക്ക് ഫലം കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾ വിവേചിക്കുക. സോ നോ യുവർ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾ അറിയുക. നല്ല ബന്ധമാണോ എൻ്റെ കൂട്ടെന്നറിയുക. യെശയ്യാവ് 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യൻ്റെ നടുവിൽ വസിക്കുന്നവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എൻ്റെ കണ്ണുകൾ കണ്ടല്ലോ. അപ്പോൾ എൻ്റെ കൂട്ട് മുഴുവൻ ശുദ്ധിയില്ലാത്തവൻ്റെ കൂടെയായിരുന്നു.
എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ തൊട്ട കാര്യമാണ്. എവിടെയെല്ലാം നല്ല പ്രാർത്ഥനാ മനുഷ്യരെ കൂടെ കൂടിയിട്ടുണ്ടോ, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എവിടെയെല്ലാം ആരാധിക്കുന്നവരുടെ കൂടെ കൂടിയിട്ടുണ്ടോ, നന്നായി ആരാധിച്ചിട്ടുണ്ട്. എവിടെയെല്ലാം അഭിഷക്തന്മാരുടെ കൂടെ കൂടിയിട്ടുണ്ടോ, ഞാൻ നല്ല അഭിഷക്തനായി മാറിയിട്ടുണ്ട്. എവിടെയെല്ലാം ഞാൻ ദർശനമുള്ളവിടെ കൂടിയിട്ടുണ്ടോ, എൻ്റെ ദർശനം വലുതായിട്ടുണ്ട്. എവിടെയെല്ലാം ഞാൻ കൃപാവര പ്രാപ്തിയുള്ളവിടെ കൂടെ കൂടിയിട്ടുണ്ടോ, അവിടെയെല്ലാം ഞാൻ കൃപാവര പ്രാപ്തനായി മാറിയിട്ടുണ്ട്. പക്ഷേ എവിടെയെങ്കിലും അറിയാതെ ഒരു അനാത്മികനോട് ഞാൻ കൂടിയിട്ടുണ്ടോ, എൻ്റെ ആത്മീയതയ്ക്ക് കേടുവന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുക, എൻ്റെ ആത്മീയതയ്ക്ക് കേടുവന്നിട്ടുണ്ട്. സ്തോത്രം. 10 വാക്ക് കുറ്റം പറയുമ്പോൾ അറിയാതെ നമ്മൾ ഒരു വാക്ക് പോലും പറഞ്ഞു പോകും, അല്ലേ? അവിടെ പോയി നമ്മൾ ദൈവത്തിൻ്റെ ഡിക്ഷണറിക്കകത്ത് ഒരു കറവിയാണ്. ഞാനിന്ന് പകൽ ആത്മാവിൽ കൈമാറുന്നു. നമ്മുടെ ബന്ധം നല്ല ബന്ധമാണോ എന്ന് കണ്ടെത്തണം. നിങ്ങൾ നല്ല ബന്ധത്തിലാണെങ്കിൽ നിങ്ങൾ ഭയങ്കരമായി വളരുക തന്നെ ചെയ്യും. ഞാൻ ഇവിടെ 1 സെക്കൻഡ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കൈകൾ ഉയർത്തി ഒന്ന് നിങ്ങളെ വിവേചിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കാമോ? കൈകൾ ഉയർത്തി സ്വയം വിവേചനം നടത്തിക്കുക. സ്വയം വിവേചനം. എനിക്കറിയാം അടുത്ത സെഷൻസ് എല്ലാം പരിശുദ്ധാത്മാവ് എന്തോ ഭയങ്കരമായത് പകരും ഇതിനകത്ത്. എനിക്കറിയാം എന്നെക്കാൾ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒന്ന് ഏൽപ്പിച്ച് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഭയങ്കരമായത് ബദലിൽ നടക്കും ഇപ്രാവശ്യം. സ്തോത്രം. എന്തൊക്കെയോ ചില ശുശ്രൂഷകൾ പുറത്തു വരും. പക്ഷെ അതിനു മുമ്പേ പരിശുദ്ധാത്മാവ് എവിടെയോ ചിലതിനെ റിസ്റ്റോർ ചെയ്യുന്ന ഒരു സെഷനായിട്ട് പരിശുദ്ധാത്മാവ് ഇതിനെ എൻ്റെ അകത്ത് ബോധ്യം തരുന്നു. ഒരു വാക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച ദൈവമേ, ഞാൻ ഇവരെയെല്ലാം കുറ്റം പറഞ്ഞ് എൻ്റെ അഭിഷക്തൻ എത്ര പ്രാവശ്യമാണ് അനാവശ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ സഭയെ എത്ര പ്രാവശ്യങ്ങളാണ് ഞാൻ ആവശ്യമില്ലാതെ പറഞ്ഞിരിക്കുന്നത്. ശുശ്രൂഷകൾ എത്ര പ്രാവശ്യമാണ് ഞാൻ ആവശ്യമില്ലാതെ പറഞ്ഞിരിക്കുന്നത്. ലോർഡ്, ഞാനെന്ന വ്യക്തി ശരിയല്ലെങ്കിൽ എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആരാധന, എൻ്റെ ശുശ്രൂഷ, എൻ്റെ അഭിഷേകം, എൻ്റെ മേൽ വീണ വിളി, എൻ്റെ ദർശനത്തിനൊത്ത് എനിക്ക് ചലിക്കാൻ കഴിയാതെ നിൽക്കാൻ എൻ്റെ ആദരം ശരിയല്ലെങ്കിൽ, എൻ്റെ ഹൃദയം ശരിയല്ലെങ്കിൽ, എൻ്റെ കാതുകൾ ശരിയല്ലെങ്കിൽ, പിതാവേ, ഇന്ന് പകൽ ഞാൻ എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ സമർപ്പിക്കുന്നു. അടുത്ത നിലവാരങ്ങൾ, അടുത്ത ലെവലുകൾ വെളിപ്പെടേണ്ടതിന് എന്നെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് പ്രാർത്ഥിച്ചേ. Thank you, Holy Spirit. കഴിഞ്ഞ ഒരു സീസണിൽ ആരൊക്കെയോ ഒത്തിരി കയറിപ്പോയില്ല ദൈവം ഇതില്. ആരൊക്കെ ഒത്തിരി വളർന്നില്ലേ? അവർക്ക് വീടുകളായി, വസ്തുവായി, വാഹനങ്ങളായി, നന്മയായി, സമ്പത്തായി, അനുഗ്രഹമായി, ശുശ്രൂഷയായി രാജ്യങ്ങളിൽ പോയി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ നമ്മൾ അവരെ നോക്കിയിട്ട് ഇപ്പോഴും ഒന്നുമില്ലാതെ ശൂന്യതയുടെ നടുവിൽ അവരെല്ലാം വിധിച്ച് അസൂയപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല, എൻ്റെ കുറവ് കൊണ്ടാണ് ഞാൻ വളരാത്തതെന്ന്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ഒന്ന് വിവേചിക്കുക. എൻ്റെ വളർച്ചയ്ക്ക് ഞാനാണോ തടസ്സമെന്ന്? ഹല്ലേലൂയ. നിങ്ങൾ നട്ടിരിക്കുന്ന സഭ റൈറ്റ് പ്ലേസ് ആണ്. നിങ്ങൾ നിൽക്കുന്ന മണ്ണ് ശരിയായ മണ്ണാണ്. നിങ്ങളുടെ സ്പിരിച്വൽ ക്ലൈമറ്റ് പെർഫെക്റ്റ് ക്ലൈമറ്റ് ആണ്. യജമാനൻ നല്ല യജമാനനാണ്. വളവും വെള്ളവും ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അവരെല്ലാം വളർന്നു. എനിക്ക് മാത്രം എന്താ വളരാൻ കഴിയാത്ത? നിങ്ങളെന്ന വ്യക്തി ശരിയല്ലാത്തത് കൊണ്ടാണ്. സ്തോത്രം. അല്ല, നിങ്ങളുടെ ബന്ധം ശരിയല്ലാത്ത ബന്ധമായതുകൊണ്ടാണ്. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കാത്തവൻ്റെ കൂടെ കൂടിയാൽ നിങ്ങളുടെ പ്രാർത്ഥനയെ അവൻ കെടുത്തിക്കളയും. ആരാധിക്കുന്നവൻ ആരാധിക്കാത്തവൻ്റെ കൂടെ കൂടിയാൽ നിങ്ങളുടെ ആരാധന അവൻ ഇല്ലാതാക്കും. ആത്മാവിൽ തീയുള്ളവൻ തണുത്തവൻ്റെ കൂടെ കൂടിയാൽ അറിയാതെ അവൻ നിന്നെ തണുപ്പിക്കും. വിശുദ്ധൻ അശുദ്ധൻ്റെ കൂടെ കൂടിയാൽ ആ കറ വീഴാതെ സൂക്ഷിച്ചാൽ നല്ലതാണ്. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കൈമാറുന്നു. നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ആത്മാവ് നിയോഗിച്ച മണ്ഡലത്തിൽ പരിശുദ്ധാത്മാവിൽ സഭയെ നോക്കി ഞാൻ പ്രവചിക്കുന്നു.
പ്രവചിക്കുന്നു. ആമേൻ. നിങ്ങളുടെ ബന്ധത്തെ, റിലേഷൻഷിപ്പിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അനാവശ്യമായ കൂട്ടുകളെ വെട്ടുക. നിങ്ങളുടെ വിലയേറിയ സമയത്തെ കളയുന്ന, നിങ്ങളുടെ പ്രാർത്ഥന സമയത്തെ, ആരാധന സമയത്തെ, അഭിഷേകത്തെ, ശുശ്രൂഷയെ കളയുന്ന ആവശ്യമില്ലാത്ത ബന്ധങ്ങളെ നിങ്ങൾ വെട്ടിക്കളയുക. ദൈവഹിതമല്ലാത്തതിനെ പറിച്ചു കളയുക. നിങ്ങളെന്ന വ്യക്തിയെ ദൈവമേൽപ്പിച്ച സ്ഥാനത്ത് നിങ്ങൾ ഉറയ്ക്കുക. നിങ്ങൾ വളരുന്ന സമയമായെന്ന്. നല്ല കൈകൾ അടിച്ചൊന്ന് 2 മിനിറ്റുകൾ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ബന്ധങ്ങളെ ഒരിക്കലും ഒരു പക്ഷിസ്നേഹിയായ മനുഷ്യൻ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ ചകയുന്ന കഴുകൻ കുഞ്ഞിനെ കണ്ടു. ഇവൻ കണ്ടപ്പം കോഴികളുടെ ഇടയിൽ വ്യത്യസ്തമായ ഒരു പക്ഷി. ഈ മനുഷ്യനെ പക്ഷിയെടുത്ത് കയ്യിൽ ഉയർത്തി നോക്കിയപ്പം അതൊരു കഴുകൻ കുഞ്ഞാണ്. അനന്തവികാസത്തിന്റെ ഉയരങ്ങളിൽ ഉയർന്നു പറക്കേണ്ട കഴുകൻ കോഴികളുടെ കൂടെ മണ്ണ് ചകഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യൻ ആ കഴുകൻ കുഞ്ഞിനെ കയ്യിലെടുത്ത് ഉയർന്ന ഒരു ബിൽഡിങ്ങിന് മുകളിൽ കൊണ്ടുപോയി. എന്നിട്ട് അതിനെ നോക്കി പ്രവചിച്ചു, കഴുകും കുഞ്ഞ് നീ അനന്തവികാസത്തിന്റെ ഉയരങ്ങളിൽ ഉയർന്നു പറക്കേണ്ട പക്ഷിയാ, നീ കോഴികളുടെ കൂടെ ചികയേണ്ട പക്ഷിയല്ല. അതുകൊണ്ട് ഉയരങ്ങളിൽ നീ ഉയർന്നു പറക്കുക എന്ന് പറഞ്ഞ് അതിനെ പറത്തി വിട്ടു. ഇതിങ്ങനെ ചിറകടിച്ചിങ്ങനെ ഉയരും. ഇങ്ങനെ ചിറകടിച്ച് ഉയരുമ്പോൾ അതിൻ്റെ കൂടെ പറക്കുന്നതിനൊന്നും കാണുന്നില്ല. താഴെ ചകയുന്ന കോഴിയാണ് കാണുന്നത്. ഇത് വീണ്ടും അതിൻ്റെ ഇടയ്ക്ക് വരും, വീണ്ടും ഇങ്ങനെ ചകഞ്ഞും പുഴുകൊത്തിക്കൊണ്ടിരിക്കും. ഇത് കണ്ട മനുഷ്യൻ വീണ്ടും അതിനെ പൊക്കിയെടുത്തു. എന്നിട്ട് ഒരു വലിയ ഫ്ലാറ്റിന് മുകളിൽ കൊണ്ടുപോയി. ആ ഫ്ലാറ്റിന് മുകളിൽ നിന്ന് എന്നൊക്കെ പ്രവചിച്ചു, കഴുകുഞ്ഞെ അനന്തവികാസത്തിന്റെ ഉയരങ്ങളിൽ ഉയർന്നു പറക്കേണ്ട പക്ഷിയാണ് നീ കോഴികളുടെ കൂടെ ചികയേണ്ട പക്ഷിയല്ല, ഉയരങ്ങളിലേക്ക് ഉയർന്നു പറക്കുക എന്ന് പറഞ്ഞു ഉയർന്ന് പറത്തി വിട്ടു. ഈ പക്ഷി ചിറകടിച്ചിങ്ങനെ ഉയരുമ്പോൾ തന്നെ പോലെ ഉയരുന്ന ആരും കാണുന്നില്ല. കണ്ണു തുറന്നാൽ താഴെ ചകയുന്ന കോഴിയാണ് കാണുന്നത്. വീണ്ടും വരും, കോഴിയുടെ കൂടെ ചകഞ്ഞുകൊണ്ടിരിക്കും. കോഴിയുടെ കൂടെയാണെങ്കിൽ നീ പറക്കത്തേ ഇല്ല. പറക്കണമെന്ന് ആഗ്രഹമുണ്ടോ? കോഴിയോടുള്ള കൂട്ട് വെട്ടണം. അടിച്ചാൽ നന്നായിട്ട് അടിച്ച് ആരാധിക്കുക. കൂട്ട് ശരിയല്ലെങ്കിൽ നമ്മുടെ അഭിഷേകം പോകും, അഭിഷക്തനെ നമ്മുടെ ദർശനങ്ങൾ പോകും, നമ്മുടെ ആത്മീയത പോകും. ഞാൻ ആത്മാവിൽ കൈമാറുന്നു. ചകയുന്ന കോഴിയുടെ കൂടെ കൂട്ടാണെങ്കിൽ അവൻ നിന്നെ വളരാൻ വിടത്തേ ഇല്ല. അവൻ ചകയാനേ അനുവദിക്കുള്ളൂ. തന്നെ പോലെ നീ ഇരുന്നാൽ മതി. തൻ്റെ ബൗണ്ടറിയെ കഴിഞ്ഞ് നീ പോകരുതെന്നേ പറയത്തുള്ളൂ. ഈ മനുഷ്യൻ എന്ത് ചെയ്യാന്നറിയാമോ? ഈ മനുഷ്യൻ ആ പക്ഷിയെടുത്തുകൊണ്ട് ഉയർന്ന ഒരു പർവ്വതത്തിന് മുകളിൽ കൊണ്ടുപോയി ഉയരങ്ങളിൽ പറക്കുന്ന കഴുകങ്ങളെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ദോണ്ട് പറക്കുന്നില്ലേ, അത് നിന്റെ അപ്പൂപ്പൻ, അത് നിന്റെ അമ്മൂമ്മ, അത് നിന്റെ അപ്പൻ, അത് നിന്റെ അമ്മ, അത് നിന്റെ ചേട്ടൻ, അത് നിന്റെ അനിയൻ, ഇതെല്ലാം അത്ര ഉയരങ്ങളിൽ പറക്കുന്നില്ലേ, അതുപോലെ പറക്കേണ്ട പക്ഷിയാണ് നീയും. അല്ലാതെ ഇങ്ങനെ ചകഞ്ഞുകൊണ്ടിരിക്കേണ്ടവനല്ല. അതുകൊണ്ട് ഉയരങ്ങളിലേക്ക് പറക്കുക എന്ന് പറഞ്ഞ് അവൻ ആ പക്ഷിയെ അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ പൊക്കി പറത്തി വിട്ടു. ഇതൊന്ന് ചിറകടിച്ച് ഉയർന്നു, വീണ്ടും താണോ, ഒന്ന് ഉയർന്നു, വീണ്ടും താണോ, ഒന്ന് ഉയർന്നു, വീണ്ടും താണോ. ഇത് നോക്കുമ്പോൾ തൻ്റെ മുകളിൽ പറക്കുന്നതിനെ കാണാൻ പറ്റുന്നുള്ളൂ, താഴെ ചകയുന്നതൊന്നും കാണാൻ പറ്റുന്നില്ല. ഇത് ആവർത്തിച്ച് ചിറകടിക്കാൻ തുടങ്ങി. ശ്രമം നടത്തി, ശ്രമിച്ച് അവസാനം എല്ലാ പക്ഷികളെക്കാൾ ഏറ്റവും ഉയരങ്ങളിൽ പറക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, രാജ്യങ്ങളെ തൊടാൻ കൃപാവര പ്രാപ്തിയും അഭിഷേകമുള്ള പലതും ഇതിനകത്ത് കിടപ്പുണ്ട്. അങ്ങനെയുള്ള ചിലതിന് പരിശുദ്ധാത്മാവ് ഒരു ഉണർവിന്റെ ഉപകരണമായി ഉപയോഗിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുന്ന സീസണാണ് ഇത്. ഇന്ന് പകൽ കോഴികളുടെ കൂട്ടാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്നോടെ അതിനെ വെട്ടിക്കളയുക. കൈകൾ ആടിച്ച് ആരാധിച്ച് അഭിഷേകത്തിന്റെ ശക്തിയെ ഇന്ന് പകലൊന്ന് സ്വീകരിക്കാൻ പ്രാപ്തിയുള്ളവർ ആത്മാവിലൊന്ന് സ്വീകരിച്ചേ. എൻ്റെ ഈ ഫോണിനകത്ത് 16,000-ലധികം കോണ്ടാക്ട് നമ്പേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് 850-ലധികം ബ്ലോക്ക് ലിസ്റ്റ് ഉണ്ട്. ഈ നമ്പറിന് ബ്ലോക്ക് ലിസ്റ്റ്. അത്രയും ബ്ലോക്ക് ലിസ്റ്റ് എന്താണെന്നറിയാമോ? ഹലോ പാസ്റ്ററെ, ഒരു കാര്യം പറയാനായിരുന്നു. എന്തുമായിരുന്നു? ഇന്ന വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ വല്ലാം ഇപ്പോൾ വിളിക്കാവേ, അടുത്ത് വിളിച്ച നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ. പിന്നെ എനിക്ക് സംസാരിക്കാനില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഒരു അന്യരാജ്യത്തിൽ നിന്ന്
എനിക്ക് ഒരു വീഡിയോ ഇങ്ങനെ ഫോർവേഡ് ചെയ്തു. ഞാൻ സ്നേഹം കൂടിയ വ്യക്തിയോട് അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദറെ നമുക്ക് ഇതൊന്നും പറ്റിയതല്ല, അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം, ഇതോടെ ഫോർവേഡ് ചെയ്ത് നിൽക്കട്ടെ, ഇനി ആരോടും ഫോർവേഡ് ചെയ്യരുത്. അതെല്ലാം ജഡീയന്മാർക്ക് പറ്റിയ സ്വഭാവം, നമുക്ക് പറ്റിയല്ല. ബ്രദർ ഒരു ആത്മീയനാണെങ്കിൽ നിങ്ങളത് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ബ്രദറെ അടുത്ത് നിങ്ങൾ വിളിക്കുമ്പോൾ എന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു, സോറി പാസ്റ്ററെ, പാസ്റ്റർ പറഞ്ഞ് എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ ചെയ്യത്തില്ല പാസ്റ്ററെ. അതാ ആത്മീയൻ, അതാ ആത്മീയൻ. ഇത് പിടി കിട്ടിയാൽ ഞാൻ പറയുന്ന കാര്യം, ബന്ധം നല്ല ബന്ധമായിരിക്കണം. നന്ന പ്രാർത്ഥിക്കുന്നവിടെ കൂടെ കൂടണം, നല്ല അഭിഷേകമുള്ളവിടെ കൂടെ കൂടണം, നല്ല വിളിയുള്ളവിടെ കൂടെ കൂടണം, നല്ല ദർശനമുള്ളവിടെ കൂടെ കൂടണം, നല്ല കാഴ്ചപ്പാടുള്ളവിടെ കൂടെ കൂടണം, നല്ല കൃപാവര പ്രാപ്തിയുള്ളവിടെ കൂടണം, നല്ല വിശുദ്ധന്മാരുടെ കൂടെ കൂടണം. നമ്മൾ ഭയങ്കരമായി വളരും ദൈവമക്കളെ, ഭയങ്കരമായി വളരും. ഇന്ന് പകലാകാത്ത ബന്ധങ്ങളെ വെട്ടിക്കളയുക. ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പേ ചിലതെല്ലാം ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ബ്ലോക്ക് ചെയ്തേര്, ചിലതിനെ വെട്ടാൻ പറ്റുമെങ്കിൽ വെട്ടിയേര്. അത് വെട്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. ഞാൻ പറയും, അടുത്ത സെഷനിൽ നിങ്ങളുടെ അകത്തുള്ള പ്രവാചകൻ പുറത്തു വന്നിരിക്കും. ഈ ഫാസ്റ്റിംഗ് നിങ്ങളുടെ ആത്മതലത്തെ തിരിക്കുന്ന ഫാസ്റ്റിംഗ് ഈ ഫൈനൽ ഡേ അസാധാരണ തലത്തിലേക്ക് കർത്താവ് കൊണ്ടെത്തിക്കുന്നതായിരിക്കും. സോ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഒരാമേൻ പറഞ്ഞേ. അബ്രഹാമിനെ തടഞ്ഞ തേരകര്, അബ്രഹാമിന് ലോക്കായ ലോത്തിനെ, അബ്രഹാമിന് ലോക്കായ ഹാഗാറിനെ, അബ്രഹാമിന് ലോക്കായ ഇസ്മായിലിനെ, ഇതിനെല്ലാം കർത്താവ് വെട്ടിക്കളഞ്ഞു. തേരക പിതാവാണ്, ലോത്ത് സ്വന്തം സഹോദരനാണ്, പിന്നെ ഹാഗാർ ഒരു പരിധി വരെ ഇവൻ എടുത്ത ഒരു പരിധി വരെ പകുതി ഭാര്യയാണ്. ഇസ്മായിൽ തന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞാണ്. പക്ഷെ കർത്താവ് അതിനെല്ലാം വെട്ടിക്കളയാൻ പറഞ്ഞു. എന്തിന്? അബ്രഹാം എന്ന ദൈവപുരുഷൻ ഒരു വലിയ ദർശനമുള്ളവനാണ്, ഒരു വലിയ വാഗ്ദത്തമുള്ളവനാണ്. അവന്റെ മേൽ കിടക്കുന്ന വിളി വലുതാണ്. അതിൽ നിന്ന് തന്നെ തിരിക്കുന്ന ബന്ധം ഒന്നും തനിക്ക് വലുതായിട്ട് തോന്നിയില്ല. അബ്രഹാമിന് അത് വലുതാ, പക്ഷെ ദൈവത്തിന് അത് വലുതല്ല. അതുകൊണ്ട് കർത്താവ് അതിനെ എല്ലാം വെട്ടിക്കളഞ്ഞു. ഞാൻ പരിശുദ്ധാത്മാവിൽ കൈമാറുന്നു, നിങ്ങൾ എന്ന വ്യക്തി ദൈവത്തിന് ഏറ്റവും വിലയുള്ളവരാണ്. ദൈവത്തിന് നിങ്ങൾ ശ്രേഷ്ഠനാണ്, ദൈവത്തിന് നിങ്ങൾ വേണം. അതുകൊണ്ട് നിങ്ങൾ എന്ന വ്യക്തിയെ അപ്പനിൽ നിന്ന് തിരിക്കുന്നത് എന്തായാലും ദൈവം അത് അനുവദിക്കത്തില്ല. ദൈവം വെട്ടുന്നതിന് മുമ്പ് നിങ്ങൾ വെട്ടിയാൽ നല്ലതാണ്. ചിലതിനെ വെട്ടിക്കളാം. അടുത്ത നാലാമത് യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 4-ാം വാക്യം. ക്രിസ്തുവിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയത്തില്ല. ഒരു നല്ല ആമേൻ പറഞ്ഞ കർത്താവിന്. എല്ലാവരും പറഞ്ഞ, ക്രിസ്തുവിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയത്തില്ല. സ്തോത്രം. നിങ്ങളിങ്ങ് ശ്രദ്ധിച്ചേ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാണ്. ഇപ്പം ഞാൻ മുന്തിരിവള്ളിയാണ്, ഞാൻ മുന്തിരിവള്ളി, ദൈവം തോട്ടക്കാരൻ. എൻ്റെ ഇത് വന്ന് ശാഖയാണ്, കൊമ്പ്. ഇത് വന്ന് ശാഖ. സോ യജമാനൻ ഈ ശാഖയ്ക്കല്ല വെള്ളം ഒഴിക്കുന്നത്, ഈ ശാഖയ്ക്കല്ല വളവിടുന്നത്, ഇതിനല്ല യജമാനൻ നോക്കുന്നത്. യജമാനൻ വളവും വെള്ളവും എവിടെ ഇടുന്നാൽ ചെടിയുടെ ചുവട്ടിലേ ഇടത്തുള്ളൂ. പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ചെടിയുടെ ചുവട്ടിലെ യജമാനൻ വളവും വെള്ളവും എല്ലാം ഇടത്തുള്ളൂ. ഈ ചെടി ഈ വളത്തെയും വെള്ളത്തെയും ഇങ്ങനെ വലിച്ചെടുക്കും. ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഈ ചെടിയോട് ചേർന്ന് നിൽക്കുന്ന വള്ളി, കൊമ്പില്ലേ, ആ കൊമ്പിന് പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ യജമാനൻ വിട്ടിയ വളവും വെള്ളവും ചെടി ഇങ്ങനെ പാസ് ചെയ്യുന്നതിനനുസരിച്ച് കൊമ്പുകൾ വളർന്ന് തടിച്ച് കൊഴുത്തിട്ട് ഭയങ്കരമായി ഫലം കായ്ക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം ഈ കൊമ്പിനൊരു താരണ, ഞാൻ നേരത്തെ ഈ ദൈവദാസൻ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ പോലെ, ഈ കൊമ്പിനൊരു താരണ, ഞാൻ ഈ വൃക്ഷങ്ങളിലെല്ലാം ഒത്തിരി ഫലം കായ്ക്കുന്ന വൃക്ഷമല്ലേ, അതുകൊണ്ട് എനിക്ക് ചെടിയിൽ നിന്നൊന്ന് സെപ്പറേറ്റായിട്ട് നിൽക്കണമെന്ന് തോന്നുന്നു എന്ന് ഇവിടെ നിന്ന് അടർന്ന് ഇപ്പുറത്ത് പോയി നിൽക്കുക. ഇങ്ങനെ ഫലം കായ്ക്കുമോ? എന്താ കായ്ക്കാത്തെ? പറ. ചെടിയിൽ നിന്ന് കൊമ്പ് എന്തായി? സെപ്പറേറ്റ് ആയിപ്പോയപ്പോൾ എന്ത് സംഭവിച്ചു? ഇല ഉണങ്ങാൻ തുടങ്ങി, കൊമ്പ് ഉണങ്ങാൻ തുടങ്ങി, ഉണ്ടായ പൂവും ഉണ്ടായ ഫലവും പൊഴിയാൻ തുടങ്ങി. പിന്നെ എന്തായി? കുറച്ച് നാളുകൾ ചവർകൊട്ടക്കകത്തെടുത്ത് കത്തിക്കാനേ കൊള്ളത്തുള്ളൂ, വേറെ ഒന്നിനും കൊള്ളത്തില്ല. അതിൻ്റെ അർത്ഥം ചെടിയോട് നിന്നാലേ കൊമ്പിന് ഫലം കായ്ക്കാൻ കഴിയത്തുള്ളൂ. ഞാനിന്ന് പകൽ പറയുന്നു, പിതാവ് കൈമാറിയത് മുഴുവൻ ക്രിസ്തുവിലുണ്ട്.
പിതാവ് കൈമാറിയ മുഴുവൻ അഭിഷേകവും ക്രിസ്തുവിലുണ്ട്. സോ നമ്മൾ ക്രിസ്തുവോട് ചേർന്ന് നിന്നാൽ ക്രൈസ്റ്റിലുള്ളത് മുഴുവൻ നമ്മിൽ മാനിഫെസ്റ്റ് ആകും. നമുക്ക് ഫലം കായ്ക്കാൻ കഴിയും. ഇപ്പം പലരും സെൽഫ് ഡിപ്പെൻഡഡ് ആണ്. എനിക്ക് കഴിയും, എനിക്ക് കഴിയും, എനിക്ക് കഴിയും. ഒന്നും കഴിയത്തില്ല, ഒന്നും കഴിയത്തില്ല. ക്രൈസ്റ്റിൽ നിന്നാൽ മാത്രമേ എന്തെങ്കിലും സാധിക്കത്തുള്ളൂ. നിങ്ങൾ ക്രിസ്തുവിൽ നിൽക്കാവോ? ക്രിസ്തുവിൽ നിൽക്കാവോ? നമ്മൾ ക്രിസ്തുവിൽ നിന്നാൽ ഫലപ്രദമായ മുന്തിരിവള്ളിയാകും. ഒന്ന്, നിങ്ങൾ നടപ്പെട്ടിരിക്കുന്ന ഫലം നിങ്ങൾ നടപ്പെട്ടിരിക്കുന്ന ഭൂമിയെ നിങ്ങൾ വിവേചിക്കണം. നിങ്ങളുടെ സ്പിരിച്വൽ ക്ലൈമറ്റിനെ വിവേചിക്കണം. പ്രലോഭനങ്ങൾ വഴങ്ങി ആവശ്യമില്ലാത്ത ഭൂമിയിൽ പോയി നട്ടാൽ ആ മണ്ണ് നിന്നെ വളർത്തത്തില്ല, നിന്നെ തളർത്തും. ആ ഭൂമി തന്നെ ഫലപ്രദമായ ഭൂമിയായി മാറത്തില്ല. ഭൂമിയെ വിവേചിക്കണം. രണ്ട്, നിങ്ങളെന്ന വ്യക്തിയെ വിവേചിക്കണം. നിങ്ങളെന്ന വ്യക്തി റൈറ്റ് മാൻ ആണോ എന്ന്. നിങ്ങളെന്ന വ്യക്തി റൈറ്റ് മാൻ ആണെങ്കിൽ, നിങ്ങളുടെ ഭൂമിയും നല്ല ഭൂമിയാണെങ്കിൽ. അടുത്ത മൂന്ന്, നിങ്ങളുടെ ബന്ധം ശരിയാണോ എന്ന് വിവേചിക്കണം. ഒരുപക്ഷെ ബന്ധമായിരിക്കും നിങ്ങളുടെ അഭിഷേകത്തെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ശുശ്രൂഷയെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില ബന്ധങ്ങൾ നിങ്ങളുടെ അനുഗ്രഹത്തെയും വളർച്ചയും മുഴുവൻ ഇല്ലാതെയാക്കി കളയും. അതുകൊണ്ട് ബന്ധമാണോ എന്ന് വിവേചിക്കണം. ഇനി അത് മൂന്നും പെർഫെക്റ്റഡ് ആണെങ്കിൽ, നാലാമത് നിങ്ങൾ ക്രിസ്തുവിലാണോ നിൽക്കുന്നത് എന്ന് നിങ്ങൾ വിവേചിക്കണം. നിങ്ങൾ ക്രിസ്തുവിലല്ലെങ്കിൽ നിങ്ങൾക്ക് ഫലം കായ്ക്കാനേ കഴിയത്തില്ല. ദൈവവചനം പഠിപ്പിക്കുന്ന ഫലം കായ്ക്കാത്ത കൊമ്പെല്ലാം അവൻ വെട്ടിക്കളയും. ഫലം കായ്ക്കുന്നത്, അധിക ഫലം കായ്ക്കേണ്ടതിന് അതിനെ ചെത്തി വെടിപ്പാക്കും. ഞാൻ ആത്മാവിൽ കൈമാറുന്നു ഒരു ശാസന, ഉപദേശം, കറക്ഷൻ. ഇതെല്ലാം നമ്മളെ കുറ്റപ്പെടുത്തുന്നതല്ല, നമ്മളെ ചെത്തുന്നതാണ്. ചില ചെത്തുകൾ നമ്മൾ അധികം ഫലം കായ്ക്കാൻ ഇടവരും. വിശ്വാസത്തോടെ അധികം ഫലം കായ്ക്കാൻ തയ്യാറുള്ള കുടുംബങ്ങൾ ആത്മാവിൽ ഫലം കായ്ക്കാൻ തയ്യാറാകുക. സോ ആദ്യമേ നോ യുവർ പ്ലേസ്. സെക്കൻഡ്, നോ യുവർ സെൽഫ്. തേർഡ്, നോ യുവർ റിലേഷൻഷിപ്പ്. ഇത് മൂന്നിനെയും നിങ്ങൾ വിവേചിക്കുക. നാലാമതായി, നിങ്ങൾ ക്രൈസ്റ്റിലാണോ. സോ നോ യുവർ സ്പിരിറ്റ്. നിങ്ങളുടെ അകത്തുള്ള ആത്മാവിനെ വിവേചിക്കുക. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. എല്ലാവരും ഇരിപ്പിടത്തിൽ എഴുന്നേറ്റ് നിൽക്കാമോ? താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സെഷൻ ഞാൻ മറ്റൊന്നിനും ഞാൻ ഉപയോഗിക്കുന്നില്ല. അടുത്ത സെഷനുകളിൽ പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്ന പോലെ ഡെലിവറൻസിനോ ദൂതുകൾക്കൊക്കെ ഞാൻ ഉപയോഗിക്കും. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, പരിശുദ്ധാത്മാവ് ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുണ്ട്. എനിക്ക് ആരോടൊക്കെയോ സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്തോത്രം. ഞാനൊരു ദൈവശബ്ദം കേട്ടു. ഞാനൊരു ദൈവശബ്ദം കേട്ടു. എനിക്ക് പ്രവചിച്ചാൽ വളരെ ചുരുക്കം പേരോടെ പ്രവചിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ പരിശുദ്ധാത്മാവിന് എല്ലാവരോടും ഒരേപോലെ പ്രവചിക്കാൻ പറ്റും. ഞാനൊരു ദൈവശബ്ദം കേട്ടു എന്നുള്ളവർ മാത്രം ഒന്ന് കൈ ഉയർത്തിക്കേ, എനിക്കൊന്ന് കാണാൻ വേണ്ടി. വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു ഓർത്താൻ ഒത്തിരി പേരോട് ദൈവം സംസാരിച്ചു. താങ്ക് യു. കൈകൾ ഉയർത്തി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച്, യേശുപ്പ ഞാനിന്ന് പകൽ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഒത്തിരി ഫലം കായ്ക്കണമെന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹം, ഒത്തിരി ഫലം കായ്ക്കണമെന്ന്. ബഥേലിനെ കുറിച്ച് ഒരു സീസണ് ദൈവത്തിന് ഇഷ്ടം അതായിരുന്നു, ഒത്തിരി ഫലം കായ്ക്കണമെന്ന്. ആ ഇഷ്ടത്തിൻ്റെയും ദർശനത്തിനും അനുസരിച്ച് ദൈവപുരുഷൻ തൻ്റെ ആയുസിൻ്റെ നല്ലൊരു കാലം മുഴുവൻ അധ്വാനിച്ച് നേടിയെടുത്ത ഈ മണ്ണ്, ആ ഭൂമിക്കകത്ത് ഈ മൈക്രോഫോണും പിടിച്ച് നിൽപ്പാൻ അടിയനൊരു ഭാഗ്യം നൽകി പകൽ. അങ്ങയുടെ അഭിഷക്ത പദവിയിൽ അങ്ങനെ ഏൽപ്പിച്ച അധികാരത്തിൽ നിന്ന് ഈ ദൈവമനുഷ്യൻ്റെ ദർശനത്തിനനുസരിച്ചൊന്ന് ചേർന്ന് നിന്ന് ഞാൻ ആത്മാവിൽ ജനത്തെ ശുശ്രൂഷിച്ചുകൊണ്ട് ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിക്കുന്നതിനനുസരിച്ച് ഫലം കായ്ക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു ചോദ്യചിഹ്നമായിട്ടാണ് ഇവരാരെങ്കിലും ഇതിനകത്ത് ഇരിക്കുന്നതെങ്കിൽ, ഈ മീറ്റിങ്ങിനകത്ത് വന്നതെങ്കിൽ, ഈ ഓൺലൈനിൽ ജോയിൻ ചെയ്തതാണെങ്കിൽ, ഇന്ന് പകൽ കർത്താവ് അവർക്കൊരു കൺഫർമേഷൻ കൊടുത്തതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്വയം ഒന്ന് വിവേചിപ്പാൻ, ഞങ്ങളുടെ ബന്ധങ്ങളെ വിവേചിപ്പാൻ, ഞങ്ങളുടെ സ്പിരിച്വൽ ക്ലൈമറ്റിനെ വിവേചിപ്പാൻ, ഞങ്ങൾ ക്രിസ്തുവിലാണോ എന്നൊന്ന് വിവേചിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരുന്നത് കൊണ്ട് സ്തോത്രം. ഈ ആത്മീയ കൂട്ടായ്മ ഞാൻ അനുഗ്രഹിക്കുന്നു. അടുത്ത സെഷനുകളിൽ പകരാനുള്ളതൊന്നും മറച്ചു വെക്കാതെ തുറന്ന മനസ്സോടെ ദൈവസഭയ്ക്കകത്ത് അസാധാരണമായി കൈമാറേണ്ടതിനും ദൈവത്തിന് ഹിതവും പ്രാപ്തിയുമുള്ള ഒരു ജനറേഷനെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കേണ്ടതിനും ദൈവ ഇഷ്ടമുള്ള ശുശ്രൂഷ പുറത്തു വരേണ്ടതിന് ഈ സെഷനിൽ കൈമാറിയ ദൈവശബ്ദങ്ങൾക്ക് തങ്ങളെ താൻ സമർപ്പിക്കുന്ന കുടുംബങ്ങൾക്കായും ദൈവമക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ മേൽ ഒരു അസാധാരണമായ ആത്മതലത്തെ ഇന്ന് പകൽ ഞാൻ തുറന്നു വിടുന്നു.
അവരെവിടെയാണോ തങ്ങളെ സ്വയം കറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്, ആ മേഖലയിൽ ഒരു ഹയർ റലം തുറക്കണം. ഒരു ഭയങ്കര ഡെലിവറൻസ് വെളിപ്പെട്ട് വരണം. അത് നടക്കും. ഞാൻ ഈ ജനത്തെ ബ്ലെസ് ചെയ്യുന്നു, ഈ അഭിഷക്തനെ അനുഗ്രഹിക്കുന്നു. ശക്തമേറിയ ആത്മമണ്ഡലങ്ങൾ തുറക്കപ്പെടുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ. നന്നായി കൈകൾ അടിച്ചന്യ ഭാഷകളിൽ